വേണ്ട ഇപ്പൊ വേണ്ട. സ്പീക്കർ പ്ലേലല്ലേ? കുഴപ്പമില്ല, അവിടെ ഇങ്ങോട്ട് പറയണ്ടായി. മാക്സിമം ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വീട്ടിലെ മൊബൈൽ കയറല്ലേ? സാറേ ഒന്നും കേൾക്കുന്നില്ലല്ലോ സാറേ. കേൾക്കാമല്ലോ അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിലെ ആളുകൾ, ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാര്, അതുപോലെ തന്നെ ജീസ് പാർക്ക് കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക്, അതുപോലെ ജില്ലാ പഞ്ചായത്തിലെ സെക്രട്ടറി, ജീസ് പാർക്ക് കൈകാര്യം ചെയ്യുന്ന ആൾ, ഇവരെയാണ് നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക്, ഈ ട്രെയിനിങ്ങിലേക്ക് വിളിച്ചിട്ടുള്ളത്. കൂടാതെ ജില്ലയിൽ നിന്ന് ജോയിന്റ് ഡയറക്ടർ ഓഫീസുകളിൽ ഉള്ള ജീസ് പാർക്ക് കൈകാര്യം ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും. കൂടാതെ അതിന് പുറമെ ഉണ്ടാകുക IKM-ലെ ഡിസ്ട്രിക്ട് ടെക്നിക്കൽ ഓഫീസർമാരാണ്. അപ്പം നമ്മൾക്ക് 1000 പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു സൂം ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിലെ ആളുകൾ വിവിധ ലോകലിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് മീറ്റിങ്ങിൽ, ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒന്നിലധികം ആളുകൾ മൊബൈലിലൊക്കെ ആയിട്ട് കയറാതിരിക്കുക. ഒരു പഞ്ചായത്തിലെ ആളുകൾ ഒരുമിച്ച് ഇതിൽ കയറുന്ന വിധത്തിൽ ക്രമീകരിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലെ നമ്മുടെ സഹപ്രവർത്തകർക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും. ഇപ്പൊ തന്നെ നമുക്ക് 1000 പേര് ഇപ്പൊ തന്നെ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് തന്നെ പല സ്ഥലത്തു നിന്നും പഞ്ചായത്തിലെ ആളുകൾ അവരുടെ മൊബൈലിലൊക്കെ ആയിട്ട് ഒന്നിൽ കൂടുതൽ ലോഗിനിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവര് ദയവ് ചെയ്തിട്ട് ഒറ്റ ഒരു ലോഗിനിൽ മാത്രം കയറുന്നതിന് ശ്രദ്ധിക്കുക. അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പഞ്ചായത്തിലെ ആളുകൾ ഒരൊറ്റ ലോഗിനിൽ മാത്രം കയറുക. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ഇപ്പൊ നമ്മൾ 1000 പേര് ഉണ്ട്. നമുക്ക് ശരിക്കും 941 പഞ്ചായത്തും 14 ജില്ലാ പഞ്ചായത്തും
പിന്നെ ഒരു ഏകദേശം 28 പേരും, പിന്നെയുള്ള നമ്മുടെ ട്രെയിനിങ് ടീം. അങ്ങനെ ഒരു 990 പേരാണ് ശരിക്കും നമ്മുടെ ഒരു പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ വരേണ്ടത്. ഇപ്പൊ തന്നെ നമുക്ക് 1000 പേരിൽ കൂടുതലുണ്ട്. സോ ഒരിക്കൽ കൂടി പറയാണ്, ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരൊറ്റ ലോഗലിൽ മാത്രം ആളുകൾ കയറുക. ബാക്കിയുള്ളവർ കൂടുതലായിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് ഒറ്റ ലോഗലിൽ അവർ ഒരുമിച്ചിരിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മളുടെ കൂടെ സ്പാർക്കിലെ ട്രെയിനിങ് ടീം നമ്മുടെ കൂടെ ഇപ്പം ജോയിൻ ചെയ്യും. വളരെ പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്തത്. കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജി സ്പാർക്കിലെ ടീം നമ്മളുടെ കൂടെ ഉണ്ട്. ജി സ്പാർക്ക് ടീം എന്നുള്ള പേരിൽ തന്നെ ജി സ്പാർക്ക് ടീം, ട്രെയിനിങ് ടീം നമ്മുടെ കൂടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. കെ സ്മാർട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വിന്യസിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജി സ്പാർക്കിലെ ലോഗിൻ ഉപയോഗിച്ചിട്ടാണ് കെ സ്മാർട്ടിലെ എംപ്ലോയി മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന മാസത്തിൽ, അതായത് മെയ് മാസം മുതൽ നമ്മൾ ശമ്പളം, മറ്റ് അലവൻസുകളെല്ലാം ജി സ്പാർക്കിലൂടെ തന്നെയാണ്, ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഉള്ളതാണ് ജി സ്പാർക്കിലൂടെ ചെയ്യണമെന്നുള്ളത്. അതും നമ്മൾ ജി സ്പാർക്കിലൂടെയാണ് ചെയ്യുക. ജി സ്പാർക്കിൽ ചെയ്യുന്ന ശമ്പള ബില്ലുകൾ കെ സ്മാർട്ടിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു API ഇന്റഗ്രേഷൻ നമ്മൾ സോഫ്റ്റ്വെയറിൽ ആ സമയമാകുമ്പോഴത്തേനും കൃത്യമായിട്ട് കൊണ്ടുവരും. അതുകൊണ്ടാണ്, അങ്ങനെയുള്ളൊരു സാഹചര്യം കൊണ്ടാണ് ജി സ്പാർക്കിന്റെ ലോഗിൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം, എല്ലാ ജീവനക്കാർക്കും ഉണ്ടായിരിക്കണം. ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പററി ജീവനക്കാർക്കും, കരാർ ജീവനക്കാർക്കും ജി സ്പാർക്കിൽ നമ്മൾ ടെമ്പററി ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് അവരുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പല പഞ്ചായത്തുകളിൽ നിന്നും അവർക്ക് ജി സ്പാർക്കിലെ ലോഗിൻ തയ്യാറാക്കുന്നത്, അതിൽ ആളുകൾ മാറുമ്പോൾ, ട്രാൻസ്ഫർ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്, ചില സ്ഥലങ്ങളിൽ സെക്രട്ടറിമാർക്ക് തന്നെ ജി സ്പാർക്കിൽ ലോഗിൻ ഇല്ലാത്ത സാഹചര്യം, ഇതിനൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ജി സ്പാർക്കിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിലൊരു പരിശീലനം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു പരിശീലനം വേണമെന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജി സ്പാർക്ക് ടീമിനോടും പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ബന്ധപ്പെട്ട് ജി സ്പാർക്ക് ടീമിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്ര വേഗത്തിൽ തന്നെ ഒരു പരിശീലനം നടത്തുന്നത്. കാരണം അത് മാർച്ച് മാസമാണ് അറിയാം, എങ്കിലും ഏപ്രിൽ ഒരു 10-ാം തീയതി നമ്മുടെ ലോഞ്ച് വരുമ്പോൾ ഏപ്രിൽ 2-ാം തീയതിയോട് കൂടിയിട്ടെങ്കിലും 2-3 തീയതികളോട് കൂടിയെങ്കിലും നമുക്ക് കെ സ്മാർട്ടിലുള്ള എംപ്ലോയീസിന്റെ മാപ്പിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരു ട്രെയിനിങ് നടത്തുന്നത്. അപ്പൊ അതിന് നമ്മൾക്ക് ഇതിന് ട്രെയിനിങ്ങിന്റെ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ സൂം ക്രിയേറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത് KSITM ആണ്. KSITMലെ അംബ്ലി മാഡത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് പ്രത്യേകം നന്ദി പറയാണ്. സോ ചിത്ര മാഡം, മാഡത്തിന് കേൾക്കാമല്ലോ? മാഡം ചിത്ര മാഡം, മാഡത്തിന്
ഹലോ, കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം മാഡം. കേൾക്കാം. ഓക്കെ സർ. ഇപ്പൊ ക്ലാസ് തുടങ്ങട്ടെ സർ? അപ്പൊ അവർക്ക് മാഡത്തിന്റെ വീഡിയോ കൂടി ഒന്ന് ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു മാഡം. വീഡിയോ ഓൺ ചെയ്യണോ സാറേ? നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് അറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ. മാഡം സ്ക്രീൻ ഷെയർ ചെയ്യുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് സർ. ഓക്കെ, മാഡത്തിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ മാഡത്തിന് ഷെയർ ചെയ്യാം. യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദി ക്ലാസ് മാഡം. ഓക്കെ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് അറിയാം. ജി സ്പാർക്കിൽ നമുക്ക് ധാരാളം മെയിലുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജി സ്പാർക്കിൽ നമ്മുടെ സെക്രട്ടറിമാരുടെ DDO പ്രിവിലേജ് കിട്ടുന്നതിനും DDOമാരുടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പിന്നെ അത് മാത്രമല്ല ക്ലറിക്കൽ പ്രിവിലേജ് കിട്ടുന്നതിനും വേണ്ടിയിട്ട് ധാരാളം മെയിലുകൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ജി സ്പാർക്കിൽ ലോഗിൻ ഇല്ലാത്ത ഓഫീസുകൾ, അതായത് ജി സ്പാർക്കിൽ DDOയ്ക്ക് ലോഗിൻ കിട്ടിയിട്ടില്ല, അതുപോലെ ലോഗിൻ ഇല്ലാത്ത ഓഫീസുകളുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഡയറക്ടറേറ്റിൽ ഇൻഫോം ചെയ്ത് അത് നമുക്ക് അവരുടെ ഒരു റിക്വയർമെന്റ്, അതായത് ക്ലർക്കിനാണോ പ്രിവിലേജ് വേണ്ടത്, DDOയ്ക്കാണോ പ്രിവിലേജ് വേണ്ടതെന്നൊക്കെ നമ്മളെ അറിയിക്കുക. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പാർക്കിന്റെ ജി സ്പാർക്ക് സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ജി സ്പാർക്കിന്റെ സൈറ്റ് എങ്ങനെയാണ് അത് ലോഗിൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് നമുക്ക് വേണ്ടത് നമ്മുടെ ജി സ്പാർക്കിന്റെ സൈറ്റ് എല്ലാ പേർക്കും അറിയാവുന്നതാണ്. ഒരു നിമിഷം. നോക്കിക്കോളൂ, നമ്മുടെ ജി സ്പാർക്കിന്റെ സൈറ്റ് അഡ്രസ്സ് gspark.kerala.gov.in എന്നും പറയുന്ന സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിത് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂസർ ID-യും പാസ്വേഡും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോഗിൻ ID എന്ന് പറയുന്നത് ഓഫീസിലെ DDO, നിലവിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് ലോഗിൻ DDO പ്രിവിലേജ് ആയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജി സ്പാർക്കിൽ ഈ DDO ഏത് ഓഫീസിലാണെന്ന് പോലും ഇപ്പൊ അവരുടെ പെന്ന് നിലനിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ജി സ്പാർക്ക് ലോഗിൻ സൈറ്റ് ക്ലറിക്കൽ പ്രിവിലേജിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എംപ്ലോയി സെർച്ച് നടത്താൻ കഴിയുന്നതാണ്. അതിനായി നമ്മൾ ക്വറീസിൽ എംപ്ലോയി സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്വറീസിൽ എംപ്ലോയി സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ എംപ്ലോയീസിന്റെ GPN ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വറീസിൽ എംപ്ലോയി സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഒരാളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അവരേത് ഓഫീസിലാണോ ഉള്ളതെന്നും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് കഴിയും. അപ്പൊ ഈ എംപ്ലോയി ഏത് ഓഫീസിലാണ് ഉള്ളതെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ ഏത് ഓഫീസിലാണോ എംപ്ലോയി ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഓഫീസിൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്ത് എംപ്ലോയിയെ അവിടെ നിന്നും റിലീവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്വറീസിൽ എംപ്ലോയി സെർച്ച് നടത്തുന്നത് ആരെങ്കിലും ഒരാളുടെ ഒരു ആൻസർ തരാവോ? ഹലോ, ക്ലിയർ ആയി. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പൊ എംപ്ലോയി സെർച്ച് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസ് എവിടെയെല്ലാമാണ് ഉള്ളതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, ക്വറീസിൽ നിന്ന് തന്നെ നമുക്ക് ഓഫീസ് വൈസ് ലിസ്റ്റ് എടുക്കാനും നമുക്ക് കഴിയും. അതായത് നമ്മുടെ ഓഫീസിൽ നിലവിൽ എത്ര എംപ്ലോയീസ് ആണ് ഉള്ളതെന്നും ഈ ഓഫീസിലുള്ള എംപ്ലോയീസ് തന്നെയാണോ നമ്മുടെ ഓഫീസ് വൈസ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നതെന്നും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ക്വറീസിൽ ഓഫീസ് വൈസ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് കഴിയും. ഇതിന് താഴെ തന്നെ
തൊട്ടടുത്ത ഓപ്ഷനാണ് എംപ്ലോയി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഒരു ഓഫീസിൽ നിന്ന് അവരെ റിലീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ അവർ മറ്റു ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഒരു ഓഫീസിൽ നിന്ന് എംപ്ലോയി അവിടെ നിന്നും ട്രാൻസ്ഫറിലോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് തന്നെ നോക്കൂ, അതായത് ഒരു എംപ്ലോയി പരിയാരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അവർ വാട്ടർ അതോറിറ്റിയുടെ മറ്റൊരു ഓഫീസിലാണ് പോയത്. എന്നാൽ ആ എംപ്ലോയിയെ ഈ ഓഫീസിൽ, അതായത് PPD ക്യാമ്പ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവര് ട്രാൻസിറ്റ് എന്ന് പറയുക. അപ്പൊ ഈ എംപ്ലോയി നിലവിൽ ഈ ട്രാൻസിറ്റ് 2 ഓഫീസിൽ തന്നെയാണോ എംപ്ലോയി പോകേണ്ടത്, ആ ഓഫീസിൽ അവരെ ജോയിൻ ഓൺ ലിസ്റ്റ് ചെയ്യുകയും എംപ്ലോയിയെ നമുക്ക് അവിടെ ജോയിൻ ചെയ്യിക്കാനും കഴിയും. ഇൻ കേസ് ട്രാൻസ്ഫർ ടു തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഓഫീസിൽ അവരെ ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടോ? ഹലോ ആരെങ്കിലും ഒന്ന് ആൻസർ പറയാവോ? ഹലോ മാഡം ഇടയ്ക്കൊന്ന് കട്ടായിരുന്നേ, ഇടയ്ക്ക് മാഡത്തിന്റെ ഓഡിയോ ആണോ സർ? കട്ടായിരുന്നു. ഒന്നുകൂടി ആണോ സർ? ഞാൻ ആ ഫീൽഡ് ഒന്നുകൂടെ പറയാം സർ. അതായത് ഒരു എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മൾ റിലീവ് ചെയ്തു, പുതിയ ഓഫീസിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ, അതായത് എംപ്ലോയിയെ റിലീവ് ചെയ്തു, പുതിയ ഓഫീസിൽ എംപ്ലോയിയോട്ട് ജോയിൻ ചെയ്തിട്ടുമില്ല എങ്കിൽ എംപ്ലോയി ആ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് എന്നായിരിക്കും. ട്രാൻസിറ്റ് മീൻസ് എംപ്ലോയി മറ്റൊരു ഓഫീസിലും പോയി ജോയിൻ ചെയ്തിട്ടില്ല. ആ ഒരു അവസ്ഥയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്വറീസിൽ എംപ്ലോയി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. എംപ്ലോയി ഇൻ ട്രാൻസിറ്റ് ഓപ്ഷനിൽ നമുക്ക് കാണാം അവരുടെ GPN, നെയിം, കറണ്ട് ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഫ്രം ഓഫീസ്, അതായത് അവരുടെ പ്രീവിയസ് ഓഫീസ്, അതായത് ഏത് ഓഫീസിലോട്ടാണോ അവരെ റിലീവ് ചെയ്തിരിക്കുന്നത് അതാണ് 2 ഓഫീസായി കാണുന്നത്. അപ്പൊ ഈ 2 ഓഫീസ് അവർക്ക് പ്രീവിയസ് ഓഫീസിൽ നിന്നും എംപ്ലോയി റിവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ഓഫീസിലോട്ട് റിലീവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയോ അത്? ഹലോ സർ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ സർ? ഞാനിപ്പോ ജോയിൻ ചെയ്തോളൂ. ചോദിച്ചോളൂ സർ. ഹലോ കേൾക്കുന്നുണ്ടോ സർ? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം കേൾക്കാം. മാഡം കേൾക്കുന്നുണ്ട് സാർ. ഇനി ഇപ്പൊ ഞാൻ ഈ ക്വറീസിലുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ക്വറീസിൽ, അതായത് ലോഗിൻ ഉള്ള ഓഫീസിലെ എംപ്ലോയി സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ക്വറീസിൽ നമുക്ക് എംപ്ലോയി സെർച്ച് നടത്താം. അതുപോലെ തന്നെ ഓഫീസ് വൈസ് ലിസ്റ്റ് കാണാം. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ എംപ്ലോയി ട്രാൻസ്ഫർ ടു ഓഫീസും ഫ്രം ഓഫീസും കാണാനായിട്ട് കഴിയും. ഓക്കെ സാർ, ഇത്രയാണ് നമ്മൾ ക്വറീസിൽ ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ്, നമ്മളിപ്പോ ഒരു എംപ്ലോയി നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിന് പെൻ നമ്പർ അവൈലബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്ലോയി നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത്, ക്വറീസിൽ എംപ്ലോയി സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്വറീസ് എംപ്ലോയി സെർച്ച്, അതിൽ പോയി എംപ്ലോയിയുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പെൻ നമ്പർ അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കഴിയും. എംപ്ലോയിക്ക് പെൻ നമ്പർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് GPN ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ ലോഗിൻ തന്നിട്ടുള്ളവർക്ക്, സ്പാർക്ക് മുഖേന ക്ലറിക്കൽ ലോഗിൻ, DDO ലോഗിനോ ഉള്ളവർക്ക് ക്വറീസിൽ എംപ്ലോയി സെർച്ച് നടത്തിയതിനു ശേഷം മാത്രമേ എംപ്ലോയിക്ക് പുതിയ പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ.
ഇനി അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു എംപ്ലോയിക്ക് GPEN ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ന്യൂ എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ പഞ്ചായത്തിന്റെ കേസിൽ എംപ്ലോയിക്ക് ഓൾറെഡി സ്പാർക്കിൽ പെൻ ഉള്ള എംപ്ലോയീസും ഉണ്ട്, പെൻ ഇല്ലാത്ത എംപ്ലോയീസും ഉണ്ട്. ഇപ്പൊ പെൻ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജോയിൻ ഓൺ ഡെപ്യൂട്ടേഷൻ, ഈ ജോയിൻ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം സ്പാർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി അവരുടെ പെൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും. അതല്ല എംപ്ലോയിയുടെ പെൻ നമ്പർ അവിടെ ജസ്റ്റ് ഒരു പെൻ നമ്പർ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മളിവിടെ GPEN ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായി നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് ഈ റെഡ് സ്റ്റാർ കാണുന്നതെല്ലാമാണ് ഇവിടെ മാൻഡേറ്ററി ഫീൽഡായി പറയുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കൺഫേം കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് ഫോർവേഡ് സേവ് ചെയ്ത് ഫോർവേഡ് ചെയ്യുമ്പോൾ അവരുടെ DDO, അതായത് ഇപ്പൊ നമ്മൾ പഞ്ചായത്തിന്റെ കേസിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പെൻ നമ്പറിന്റെ അപ്രൂവിംഗ് പ്രിവിലേജ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് ഈ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ അപ്രൂവ് ന്യൂ എംപ്ലോയി റെക്കോർഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു പെൻ നമ്പർ ക്രിയേറ്റ് ആവുന്നു, GPEN ക്രിയേറ്റ് ആവുന്നു. ഇത് റെഗുലർ എംപ്ലോയീസിന് മാത്രമാണ് നമ്മൾ GPEN ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ അഡ്മിനിസ്ട്രേഷനിൽ ന്യൂ എംപ്ലോയി റെക്കോർഡ് വഴി ചെയ്യുന്നത്. ഇനി ന്യൂ എംപ്ലോയി റെക്കോർഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ന്യൂ എംപ്ലോയി റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹലോ മാഡം, അത് ഒരു കാര്യമുള്ളത്, ഇപ്പം എംപ്ലോയിക്ക് ഓൾറെഡി ഒരു പെൻ ഉണ്ടെങ്കിൽ ഈ സ്പാർക്കിലേക്ക് നമ്മൾ ആ പെൻ നമ്പർ ഉപയോഗിച്ചിട്ട് ഡാറ്റ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക, പെൻ നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട്, അല്ലേ? അതെ സർ, പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇൻ കേസ് ആ പെൻ നമ്പറിൽ നമ്മൾ സ്പാർക്കിൽ ക്രിയേറ്റ് ചെയ്ത പെൻ നമ്പർ LSGDയിലോട്ട് നമ്മൾ റിലീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പെൻ നമ്പർ പോർട്ട് ചെയ്ത് നമുക്ക് GSparkലോട്ട് എടുക്കാനായിട്ട് കഴിയും. അതായത് അപ്പം സ്പാർക്കുള്ള ഓഫീസിൽ നിന്ന് അവരെ ഡെപ്യൂട്ടേഷൻ ടു LSCA എന്ന് കൊടുക്കണം, അല്ലേ? അങ്ങനെയാണോ മാഡം? ഇല്ല മാഡം, ക്ലിയർ ആകുന്നില്ല. അങ്ങനെയാണ് മാഡം ക്ലിയർ ആയിരുന്നില്ല, മാഡം പറഞ്ഞത് കേട്ടില്ല. പെൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നില്ല മാഡം. അതായത് സ്പാർക്കിൽ ഇവർ മാഡം വോയിസ് ബ്രേക്ക് ആണ്. അതല്ലോ എന്താണ്? ആണോ സാർ? ഒരു നിമിഷേ, നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ആണോ സാർ? കേൾക്കുന്നുണ്ടോ സാറേ? ഇപ്പൊ കേൾക്കാം മാഡം. ഇപ്പൊ ഞാൻ ചോദിച്ച കാര്യം ഇതാണ്. ഞാനിപ്പോ സ്പാർക്കിലുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ച് ഞാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടെ സ്പാർക്കിൽ നിന്ന് എന്നെ റിലീവ് ചെയ്യണ്ടേ? അതെ സർ, അതായത് സാറിനെ സ്പാർക്കുള്ള ഓഫീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ടു LSG എന്ന് മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പെൻ നമ്പറിലുള്ള ഡേറ്റാസ് ഇങ്ങോട്ട് പോർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒന്നുകിൽ ഇത് സ്പാർക്കുള്ള പെൻ നമ്പറിൽ LSG ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്യാനായിട്ട് പറയുക, അതല്ല എങ്കിൽ നമുക്ക് GPEN ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. കാരണം പെൻ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ സാർ, അതിനകത്ത് ഡേറ്റാസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. പല എംപ്ലോയീസിനും അങ്ങനെയാണ്. ഓക്കെ മാഡം. അപ്പൊ അതായത് സ്പാർക്കുള്ള ഒരു ഓഫീസിൽ നിന്ന് ഒരു ലോക്കൽ ഗവൺമെന്റിലേക്ക്, അതായത് ഗ്രാമപഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ സ്പാർക്കുള്ള ഓഫീസിൽ നിന്ന് അവരെ ഡെപ്യൂട്ടേഷൻ ടു LSCA എന്ന് ഒന്നുകിലും മാർക്ക് ചെയ്യണം, അതർവൈസ് അവർക്ക് ഇവിടെ GPEN പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് അല്ലെങ്കിൽ GPEN ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപേ എംപ്ലോയി സെർച്ച് വഴി ഇവർ ഏതെങ്കിലും GSparkൽ നേരത്തെ അവർക്ക്
ID പെൻ ക്രിയേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെക്ക് ചെയ്ത് ചെയ്യുന്നതാണ്. നോക്കണം. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ് മാഡം. ഇതാണ് നമ്മൾ സ്പാർക്കിലെ ന്യൂ എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മനസ്സിലാക്കേണ്ടത്. അത് ചെയ്യുന്നതിനുള്ള എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആദ്യത്തെ പേജ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവരുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഫീൽഡാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് DDOയ്ക്ക് അത് ഫോർവേഡ് ചെയ്യുമ്പോൾ DDO അത് അപ്രൂവ് ചെയ്തതിന് ശേഷം, അതായത് അഡ്മിനിസ്ട്രേഷനിൽ ന്യൂ എംപ്ലോയി റെക്കോർഡിൽ തന്നെ അപ്രൂവ് ന്യൂ എംപ്ലോയി റെക്കോർഡ് കൊടുക്കുമ്പോൾ മാത്രമേ ഒരു പെൻ ക്രിയേറ്റ് ആയി വരുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഒരു പെൻ ക്രിയേഷന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ. അപ്പം പെൻ ഇല്ലാത്തവർക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ പെൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു പെൻ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഓഫീസിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് നൽകുന്നത് ഒരു DDOയ്ക്കുള്ള ആക്സസ് മാത്രമാണ് നൽകുന്നത്. അതായത് സെക്രട്ടറിക്കുള്ള ഒരു ലോഗിൻ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ക്ലർക്ക് ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് സ്പാർക്കിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും എംപ്ലോയിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആ DDOയ്ക്ക് തന്നെ അവരുടെ സബോർഡിനേറ്റിന് ആക്സസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അഡ്മിനിസ്ട്രേഷനിൽ ക്രിയേറ്റ് ഓർ മോഡിഫൈ യൂസർ അണ്ടർ ദ DDO, അതായത് ഈ DDOയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന് തന്നെ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് യൂസർ അണ്ടർ DDO എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ. അത് കേൾക്കുന്നുണ്ടോ സാറേ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നു. എന്തുകൊണ്ടായിരിക്കും? നെറ്റിന്റെ ഇഷ്യൂ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ ഇപ്പോ? ഹലോ, കേൾക്കാമോ? സാറേ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ നെറ്റിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ബ്രേക്ക് ഒന്നുമില്ല. ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പഴാണ് അൺമ്യൂട്ട് ചെയ്തത്. നമ്മൾ സംശയം ചോദിക്കണ്ടേ ഇടക്ക്? അത് തന്നെ സാർ, ഞാൻ ഈ പറയുന്നത് സാറിന് കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ആവുന്നുണ്ടോ? എനിക്ക് അങ്ങോട്ട് പറയണത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റ്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും നേരം. ഓക്കെ സാർ, ചോദിച്ചോളൂ സാർ, എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ മധൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. ഞാൻ അവിടെ പാർക്കിലാണ് ശമ്പളം എടുത്തോണ്ടിരുന്നത്. അപ്പോ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ 12 ദിവസത്തെ ശമ്പളം അവിടെ എടുത്തു. ഓക്കെ സാർ. ബാക്കി ദിവസത്തെ ശമ്പളം ഇവിടെയാണ് എടുക്കുന്നത്, മധൂർ ഗ്രാമപഞ്ചായത്തില്. അപ്പൊ ഞാൻ അവിടുത്തെ ശമ്പളം എടുത്തത് സ്പാർക്കിൽ നിന്ന് എടുത്തതിൽ മിസ്റ്റേക്ക് പറ്റി. ഇൻകം ടാക്സ് പിടിക്കണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അവിടെ നിന്ന് എൻകാസ്റ്റ് ഡീറ്റെയിൽസ് അടിക്കാതെ തന്നെ എന്നെ മധുര ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ജോയിൻ ചെയ്തതുകൊണ്ട് ഇവിടെ ശമ്പളം എടുക്കേണ്ടതായതുകൊണ്ട് ഇങ്ങോട്ട് പുള്ളി ചെയ്തെടുത്തു. ഇവിടുത്തെ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് പുള്ളി ചെയ്ത് തന്നു എനിക്ക് ഇങ്ങോട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാസത്തെ ഫെബ്രുവരി മാസത്തെ ശമ്പളം മൊത്തത്തിലാണ് വരുന്നത്. എനിക്ക് അവിടുത്തെ ശമ്പളം വേറെ ഇവിടുത്തെ ശമ്പളം വേറെ ആയിട്ട് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് സാറിന് പാർട്ട് സാലറി സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത്. അതായത് നമ്മൾ ഒരു എംപ്ലോയിയെ റിലീവ് ചെയ്യുമ്പോൾ ആ റിലീവ് ചെയ്യുന്ന ടൈമില് വെദർ പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് യെസ് മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പാർട്ടായിട്ട് നമുക്ക് സാലറി പ്രോസസ്സിംഗ് പോസിബിൾ ആവത്തുള്ളൂ. അത് നോ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ സാലറി നമ്മൾ പുതിയ ഓഫീസിലെ ബില്ല് വരത്തുള്ളൂ. അപ്പൊ സാർ അത് പാർട്ട് സാലറി നോ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ടാണ് സാറിന് ഇഷ്യൂ വന്നിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യാനുള്ളത്, അത് പാർട്ട് സാലറി സെറ്റ് ചെയ്യാനായിട്ട് സാർ അവിടെ ഒരു ഓതറൈസ്ഡ് റിക്വസ്റ്റ് നമുക്ക് സ്പാർക്കിലോട്ട് ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് കഴിയും. info.gspark@kerala.gov.in അതാണ് നമ്മുടെ മെയിൽ ID. അതിൽ ഈ വിഷയം പറഞ്ഞാൽ മതിയാ, ഇങ്ങനെ പാർട്ട് സാലറി ജനറേറ്റ് ചെയ്യുന്നതിനുള്ള
അവസരം ഉണ്ടാക്കണം. അതാണ് ചോദിക്കുന്നത്. അതെ അതെ, സാറിന്റെ റിലീവ് ചെയ്ത ഡേറ്റും വേണം, പാർട്ട് സാലറി എന്ന് വരെയാണ് സാറിന് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നാൽ മതിയാവും. ഓതറൈസ്ഡ് റിക്വസ്റ്റ് തന്നെ സാറ് തരേണ്ടി വരും. താങ്ക് യു മാഡം. ഓക്കെ സാർ. മാഡം ഞാന് ഒരു മിനിറ്റ് ഒരു പറഞ്ഞു. മിനിറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ. രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, 941 ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർക്കും സ്റ്റാഫിനും 14 ജില്ലാ പഞ്ചായത്തിലെ സെക്രട്ടറിമാർക്കും സ്റ്റാഫിനും ആണ് ഈ പരിശീലനം നമ്മൾ നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറിമാര്, സ്റ്റാഫ് ഇവര് സ്പാർക്കിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു പരിശീലനം നമ്മൾ മറ്റൊരു ദിവസം നമ്മൾ നടത്തുന്നതാണ്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ മീറ്റിങ്ങിൽ നിന്ന്, ഈ പരിശീലനത്തിൽ നിന്ന് ലെഫ്റ്റ് ആകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, 1000 പേർക്ക് മാത്രമാണ് ഇതിൽ കയറാൻ പറ്റുക. 941 ഗ്രാമപഞ്ചായത്തും 14 ജില്ലാ പഞ്ചായത്തും ആകുമ്പോൾ 956 പേരുണ്ട്. പിന്നെ 14 ജില്ലാ ഓഫീസുകൾ 970 പേര്, പിന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ്, പിന്നെ IKMലെ DTOമാര് എല്ലാവരും ഒരുമിച്ച് ഇവിടെ കിലയില് ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 971 പേരാണ് ഇതിലുണ്ടാകുക. 152 ബ്ലോക്കിലെ ആളുകൾ കയറി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് ഇതിൽ കയറാൻ സാധിക്കില്ല. പലരും വിളിക്കുന്നുണ്ട്, പല പഞ്ചായത്തുകൾക്കും കയറാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ സഹപ്രവർത്തകർ ഒന്ന് ദയവേത് ക്ഷമിക്കുക. അവർക്കുള്ള ഒരു പരിശീലനം നമ്മൾ പിന്നീട് അറേഞ്ച് ചെയ്യുന്നതാണ്, അറിയിക്കുന്നതുമാണ്. അവരൊന്ന് ഇതിൽ നിന്ന് ലെഫ്റ്റ് ആകുക. രണ്ടാമത്തെ കാര്യം, ഒരു ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പഞ്ചായത്തിലെ ആളുകൾ ഒരൊറ്റ ലോഗിലാണ് കയറേണ്ടത്. പക്ഷെ ഇവിടെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും 1000 പേരുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ അവരുടെ സ്വന്തം പേരിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ പല ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് ഒഴിവാക്കുക. ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരാൾ മാത്രമായിട്ട് ലോഗിൻ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള നമ്മുടെ സഹപ്രവർത്തകർക്ക് ഓരോ പഞ്ചായത്തുകൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിത്ര മാഡം ഓരോ ലോഗിൻ വെച്ചിട്ട് എങ്ങനെയാണ് എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. മാഡത്തിന്റെ സെഷൻ ആ ഫ്ലോയിൽ പോകുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റ് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രീൻ പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, ഒരു പുതിയ എംപ്ലോയിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക. മറ്റു കാര്യങ്ങൾ ഈ സമയത്ത് ചോദിക്കാതിരിക്കുക. മാഡം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ട്രെയിനിങ്ങിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കാര്യങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ മാഡത്തിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പരിശീലനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോകില്ല. മാഡം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എംപ്ലോയിനെ സെർച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു, ട്രാൻസിറ്റിലാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒരു പുതിയ എംപ്ലോയിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സ്പാർക്കിലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ഈ പരിശീലനം നമുക്ക് കൊണ്ടുപോകുക. മാഡം വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടുമാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന്. അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാതിരിക്കുക. ഇത്രയാണ് 3 അഭ്യർത്ഥനകളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കൈൻഡ്ലി കോപ്പറേറ്റ്. ചിത്ര മാഡം, യു ക്യാൻ. ഓക്കെ സാർ, ഞാനിപ്പോൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു GPEN ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ ന്യൂ എംപ്ലോയി റെക്കോർഡ് കൊടുക്കുക. അതിനകത്ത് ഈ മാൻഡേറ്ററി ഫീൽഡുകളെല്ലാം കൊടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം DDO അഡ്മിനിസ്ട്രേഷനിൽ അപ്രൂവ് ന്യൂ എംപ്ലോയി റെക്കോർഡ് ചെയ്യുമ്പോൾ ആണ് നമുക്കൊരു GPEN ജനറേറ്റ് ആയി കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് GPEN ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിന് തൊട്ട് താഴെ നോക്കൂ, അഡ്മിനിസ്ട്രേഷനിൽ ജോയിൻ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം സ്പാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് എംപ്ലോയിക്ക് പെൻ ഉണ്ടായിരുന്നു, ആ എംപ്ലോയി അതായത് സ്പാർക്കിലോട്ടാണ് വരുന്നതെങ്കിൽ പകരമായിട്ട് ഇതിനകത്ത് ജോയിൻ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം സ്പാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി ഈ എംപ്ലോയിയുടെ പെൻ നമ്പറും
അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്കിൽ നമ്മൾ എന്താണോ ഡേറ്റ ഫെച്ച് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് പോർട്ട് ചെയ്ത് വരുന്നു. അതവിടെ അതിനുശേഷം നമ്മുടെ DDO അത് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം DDO അപ്രൂവ് ചെയ്യുമ്പോൾ അവർക്ക് ആ സ്പാർക്കിലേതുപോലെ തന്നെ അവരുടെ ഡേറ്റാസ് നമ്മൾ GSparkലോട്ട് എടുക്കുകയും അവർക്കൊരു GPN ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ ന്യൂ എംപ്ലോയി റെക്കോർഡിൽ തന്നെ പുതുതായിട്ട് ഒരു GPN ക്രിയേറ്റ് ചെയ്യുന്നതും സ്പാർക്കിൽ നിന്ന് GSparkലോട്ട് വരുമ്പോൾ എംപ്ലോയി റെക്കോർഡ് പോർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. സർവീസ് ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത് അതുപോലെ തന്നെ വ്യക്തമായ ഡീറ്റെയിൽസ് നമ്മൾ ന്യൂ എംപ്ലോയി റെക്കോർഡിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് കഴിവതും ശ്രദ്ധിക്കണം. അതായത് എംപ്ലോയിയുടെ നെയിമിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ കറക്ഷൻസ് ഒന്നും പാടില്ല. എങ്ങനെയാണോ സർവീസ് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റാസ് തന്നെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇത്രയാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് പറയുന്ന ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ന്യൂ എംപ്ലോയി റെക്കോർഡാണ്. ന്യൂ എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്നത് എംപ്ലോയി റെക്കോർഡ്സ് എൻട്രി ചെയ്യുന്നതിനുള്ള ഫീൽഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രൂവ് ന്യൂ എംപ്ലോയി റെക്കോർഡ്. അത് DDOയ്ക്ക് മാത്രമേ ആ പ്രൊവിഷൻ കിട്ടത്തുള്ളൂ. എംപ്ലോയീസിന്റെ റെക്കോർഡുകൾ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനാണ് അപ്രൂവ് ന്യൂ എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി ഇതിനകത്ത് തന്നെ ലോക്ക് എംപ്ലോയി റെക്കോർഡും ഉണ്ട്, അൺലോക്ക് എംപ്ലോയി റെക്കോർഡും ഉണ്ട്. എംപ്ലോയി റെക്കോർഡ്സ് എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ എംപ്ലോയിയുടെയും റെക്കോർഡ്സ് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ എഡിറ്റബിൾ ആയിരിക്കില്ല. ഡേറ്റാസ് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്തിടുന്നത്. ഒരു എംപ്ലോയി റെക്കോർഡ് ലോക്ക് ചെയ്താൽ പിന്നെ ആ റെക്കോർഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ DDO അപ്രൂവ് ചെയ്യാതെ നമുക്ക് ഒരു ഡേറ്റയും എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. എംപ്ലോയി റെക്കോർഡ് വൺസ് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ക്ലറിക്കൽ സ്റ്റാഫ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. DDO അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയൂ. അപ്പൊ ഡേറ്റ ലോക്ക് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച്, അതായത് ഡേറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ന്യൂ എംപ്ലോയി റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് മുതൽ തന്നെ എംപ്ലോയി റെക്കോർഡ്സ് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്ത് വേണം നമ്മൾ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എംപ്ലോയി റെക്കോർഡ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡേറ്റ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയൂ. നമ്മൾ സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ എംപ്ലോയി റെക്കോർഡ്സും ലോക്ക് ചെയ്തിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത് നെക്സ്റ്റ് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു DDOയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നമ്മൾ ഇവിടുന്ന് DDO ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ എന്ന രീതിക്ക് ലോഗിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന് ലോഗിൻ പ്രിവിലേജ് കൊടുക്കാനായിട്ട് പറ്റും. ലോഗിൻ മീൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് പ്രൊവിഷൻ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അഡ്മിനിസ്ട്രേഷനിൽ ക്രിയേറ്റ് ഓർ മോഡിഫൈ യൂസർ അണ്ടർ DDO എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇത്രയും ഞാൻ പറഞ്ഞതിനകത്ത്? ഹലോ ഹലോ സംശയമുള്ളവരൊന്ന് ചാറ്റിൽ ഇടുകയാണെങ്കിൽ അതായിരിക്കില്ലേ സൗകര്യം, ചിത്ര മാഡം? ചാറ്റ് ഇടുവാണെങ്കിൽ പറയാം സർ. അതെ സർ, ചാറ്റിൽ ഇട്ടാലും മതി. അവർക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കാം മാഡം. നമുക്ക് ഇത് ക്ലിയർ ആണ് സാർ. ആരും ചാറ്റിലൊന്നും തന്നിട്ടില്ല, മെസ്സേജ് ഒന്നും തന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഒരു എംപ്ലോയി റെക്കോർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതായത് ഒരു പെൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് മാറ്റേഴ്സിലെ നെക്സ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്.
ഒരു എംപ്ലോയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പെൻ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പേഴ്സണൽ റെക്കോർഡ്സും നമ്മുടെ സർവീസ് റെക്കോർഡ്സുകളും എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കുന്നത്. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്ഷനിൽ വേണം എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട്. എന്നിട്ട് ഈ കാണുന്ന എല്ലാ ഫീൽഡുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഡേറ്റ ലോക്ക് ചെയ്യണം. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരുടെ പേരിലാണോ ലോഗിൻ ഉള്ളത് അദ്ദേഹത്തിന്റെ പെൻ നമ്പർ ആയിരിക്കും അവിടെ, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ വരിക. നമുക്ക് അടുത്ത നെക്സ്റ്റ് എംപ്ലോയിയുടെ ആണ് ഡേറ്റ ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കൺഫേം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ അടുത്ത എംപ്ലോയിനെ കൊടുത്തിട്ട് അവരുടെ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു എംപ്ലോയിയുടെ നമ്മൾ ആദ്യം ന്യൂ എംപ്ലോയി റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഡേറ്റാസ് അനുസരിച്ചിട്ടുള്ള ഫീൽഡാണ് ഈ വരുന്നത് പേഴ്സണൽ മെമ്മോറാണ്ടം ഫീൽഡ്. ഈ എംപ്ലോയി റെക്കോർഡ്സിൽ തന്നെ 3 ആയിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ മെമ്മോറാണ്ട, പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ, കോണ്ടാക്ട് ഡീറ്റെയിൽ. ഇതിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ്, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽ, അതായത് സർവീസ് ബുക്കിന്റെ ആ ഫസ്റ്റ് പേജ് വരുന്ന ഇതാണ് നമ്മൾ ഈ ഫസ്റ്റ് റെക്കോർഡ്സ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് എംപ്ലോയിയുടെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ, ഫാദറിന്റെ പേര്, അത്തരം ഡീറ്റെയിൽസുകളാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി നെക്സ്റ്റ് ഫീൽഡാണ് പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ. ഈ പ്രസന്റ് സർവീസ് ഡീറ്റെയിലില് നമുക്ക് എംപ്ലോയി നിലവിൽ ഏത് ഓഫീസിലാണെന്നും അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്നും അവിടെയാണ് നമ്മൾ PF നമ്പരും അവർക്ക് പ്രാൺ ഉണ്ടെങ്കിൽ ആ പ്രാൺ നമ്പരും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നത് ഈ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. പേഴ്സണൽ മെമ്മോറാണ്ട കഴിഞ്ഞ് തൊട്ടടുത്തുള്ള പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം കാണുന്നത്. അതായത് എംപ്ലോയിയുടെ പ്രസന്റ് ഓഫീസ്, അവരുടെ PF ടൈപ്പ്, PF നമ്പർ, NPS ഉള്ള എംപ്ലോയി ആണെങ്കിൽ അവരുടെ പ്രാൺ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇത് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പേഴ്സണൽ മെമ്മോറാണ്ടം, പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഫീൽഡ്. ഇനി എംപ്ലോയിയുടെ ഇപ്പൊ കറന്റ് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽസും ആണ് നമ്മൾ ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫീൽഡിൽ കാണുന്നത്. അപ്പൊ ഈ 3 ഡീറ്റെയിൽസ് ആണ് നമുക്ക് എപ്പോഴും ഈ കറക്ഷൻസും ചേഞ്ചസും വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. പേഴ്സണൽ മെമ്മോറാണ്ടം, പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ, കോണ്ടാക്ട് ഡീറ്റെയിൽ. പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അതിനകത്താണ് നമ്മുടെ PFന്റെ നമ്പർ, ഓഫീസിന്റെ നെയിം കാണുന്നത്, നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇതാണ് പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ, അതായത് സെക്കൻഡ് പേജ് പേഴ്സണൽ മെമ്മോറാണ്ടയുടെ തൊട്ടടുത്തിട്ടുള്ള പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ. ഇതിലാണ് നമ്മുടെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഇവർ ഏത് ഓഫീസിലാണെന്നും അവരുടെ PF ഡീറ്റെയിൽസും അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും പിന്നെ അവർ പ്രാൺ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ പ്രാൺ ഡീറ്റെയിൽസും ഇതിനകത്താണ് ആധാർ ഡീറ്റെയിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫീൽഡ്. ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ. പ്രസന്റ് സർവീസ് ഡീറ്റെയിലാണ് സർവീസ് സംബന്ധമായ റെക്കോർഡ്സുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതായത് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ആണ് അതിനകത്ത് നമ്മൾ വെക്കുന്നത്. അതിനകത്ത് ഇനിയുള്ളത് നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും. ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും യുണീക്ക് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കാനുള്ളത്, മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാളിൻ്റെയും മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ പെൻ ക്രിയേറ്റ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ മൊബൈൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ പോയി നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുക. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് OTP ബേസ് ചെയ്യുന്നത് ഈ ഒരു മൊബൈൽ നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഈ 3 ഡീറ്റെയിൽസും ഞാൻ ഈ പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ റെക്കോർഡ്സ് എടുക്കുമ്പോൾ ഈ പേഴ്സണൽ മെമ്മോറാണ്ട, പ്രസന്റ് സർവീസ് ഡീറ്റെയിൽ, കോണ്ടാക്ട് ഡീറ്റെയിൽ, ഇതിനകത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ DDOക്ക് അതിവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസിൽ
എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും ഇപ്പം നിലവിൽ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫീൽഡ് എന്ന് പറയുന്നത് NPS പ്രാണിന്റെ ഡേറ്റ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രാൺ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ 3 ഫീൽഡും നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഉള്ളത് പേഴ്സണൽ കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്നതാണ് പ്രൊബേഷൻ ഡിക്ലറേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി ട്രെയിനിങ് എന്തെങ്കിലും അവൈലബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കുക. അവാർഡ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ലീവ് അക്കൗണ്ട് പേജാണ്. ലീവ് അക്കൗണ്ട് പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിലവിൽ നിങ്ങൾക്ക് എത്രയാണോ സർവീസ് ബുക്ക് പ്രകാരമുള്ള ലീവ് അക്കൗണ്ട് ബാലൻസ് അതാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതിനകത്ത് 2 ഫീൽഡ് ലീവ് അക്കൗണ്ടിന് ഏൺ ലീവും HPL-ഉം. ഏൺ ലീവ് ബാലൻസ് എത്രയുണ്ടെന്ന്, അതായത് നമ്മുടെ ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ സർവീസ് ബുക്കിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ലീവ് ബാലൻസ് ആണ് നമ്മൾ ലീവ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാനുള്ളത്. അതായത് EL എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, ഇതിനകത്തൊരു ഡേറ്റ് കൊടുക്കുക. ആസ് ഓൺ ഡേറ്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എത്രയാണോ നമ്മുടെ ലീവ് ക്രെഡിറ്റിലുള്ളത് ആ ഡേറ്റും കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള, അതായത് ആസ് ഓൺ 1/4/25 നമ്മുടെ സർവീസ് റെക്കോർഡ് പ്രകാരം നമുക്ക് എത്രയാണോ ലീവ് ബാലൻസ് ഉള്ളത് ആ ഡേറ്റ മാത്രം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. വൺസ് മാത്രമേ നമുക്ക് എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനായിട്ട് കഴിയൂ. ആ എൻ്റർ ഓപ്പണിംഗ് ബാലൻസിൽ മിസ്റ്റേക്ക് വന്നു പോയാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ സാർ 1/4/2025 നമ്മൾ ഓപ്പണിംഗ് 50 എന്ന് പറയുന്ന റെക്കോർഡാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത വർഷത്തെ ലീവ്, അതാണ് ലീവ് അക്കൗണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ക്വാർട്ടേഴ്സ് അവൈൽ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ ക്വാർട്ടേഴ്സിൽ മാർക്ക് ചെയ്യുകയും ഈ ക്വാർട്ടേഴ്സിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് HRA ലഭിക്കാതെ വരികയും ചെയ്യും. അപ്പം ക്വാർട്ടേഴ്സ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതല്ല നമുക്ക് ഇതൊന്നും ഈ ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സർവീസ് ഹിസ്റ്ററി ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ നമ്മൾ ഇപ്പം നിലവിൽ വാങ്ങുന്ന സാലറിയുടെ പ്രസന്റ് ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് വരെയുള്ള ഡേറ്റയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സപ്പോസ് ഒരു എംപ്ലോയി ജോയിൻ ചെയ്തത് 1/1/2010 എംപ്ലോയിക്ക് ലാസ്റ്റ് ഇൻക്രിമെന്റ് കിട്ടിയിരിക്കുന്നത് 1/1/25 എംപ്ലോയിയുടെ സർവീസ് ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ജോയിനിങ് ഡേറ്റ് മുതൽ അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പ്രസന്റ് ബേസിക് 1/1/25 അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി എൻട്രി ചെയ്യേണ്ടത് 31/12/24 ആയിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത ഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയുടെ ഫ്രം ഡേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയുടെ ടു ഡേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്നാണോ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ബേസിക് പേ ചേഞ്ച് ഡേറ്റിന്റെ തൊട്ട് മുന്നേ ഉള്ള ഡേറ്റിനെയാണ് നമ്മുടെ സർവീസ് ഹിസ്റ്ററിയുടെ എൻഡ് ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ സർവീസ് ഹിസ്റ്ററി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സർവീസ് ഹിസ്റ്ററി ഇപ്പോൾ ഒരാള് സപ്പോസ് ഈ ഒരു വിൻഡോ നിങ്ങൾ നോക്കൂ, സർവീസ് ഹിസ്റ്ററി ഇദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് 28/1/2004 അതിനുശേഷം ഇദ്ദേഹത്തിന് നെക്സ്റ്റ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്നാണ്? നെക്സ്റ്റ് അദ്ദേഹത്തിന് ഒരു ഓഫീസ് ട്രാൻസ്ഫർ ആണ് വന്നിരിക്കുന്നത്. അത് 5-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 4-ാം തീയതി വരെ ഉള്ളത് പഴയ ഓഫീസിലും 5 മുതൽ പുതിയ എൻട്രി ആയിട്ട് അടുത്തൊരു എൻട്രി ആയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ സർവീസ് ബുക്കിൽ എങ്ങനെയാണോ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഈ സർവീസ് ഹിസ്റ്ററിയും അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഇനി ഇദ്ദേഹത്തിന് 3 പേജസ് വന്നിട്ടുണ്ട് സർവീസ് ഹിസ്റ്ററിയിൽ. ഈ സർവീസ് ഹിസ്റ്ററി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ 30/6/24 ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ നെക്സ്റ്റ് അയാൾക്ക് ഇപ്പോൾ വാങ്ങുന്ന ബേസിക് 1/7/24 മുതൽ വാങ്ങുന്ന ബേസിക് ആയിരിക്കും പ്രസന്റ്ലി ഉള്ളത്. അപ്പൊ സർവീസ് ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്താണ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അത് മീൻസ് അതായത് ഒരു എംപ്ലോയി സർവീസിൽ വന്നത് മുതലുള്ള ഡേറ്റ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഡേറ്റാസ്
എല്ലാവരും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സർവീസ് ഹിസ്റ്ററി ഫീൽഡാണ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് 1 by 1 ആയിട്ട് എൻട്രി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പം സർവീസ് ഹിസ്റ്ററി നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് ഫ്രം ഡേറ്റ് ആയിട്ട് കൊടുക്കാനുള്ളത്. അദ്ദേഹത്തിന് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ബേസിക് പേയുടെ തൊട്ട് മുന്നത്തെ ഡേറ്റ് ആയിരിക്കണം ഡ്യൂ ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതാണ് സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് അവരുടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും അവരുടെ ആ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഫീൽഡുകളുമാണ് അവിടെ കാണിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് എൻട്രി ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലി ഡീറ്റെയിൽസും വ്യക്തമായി കൊടുക്കുക. പിന്നെ ക്വാളിഫയിങ് സർവീസ്, അതായത് നമ്മളിപ്പോൾ സ്പാർക്കിൽ നിന്നാണ് ഇപ്പോൾ ജി സ്പാർക്കിലോട്ട് വന്നത്. ഈ ക്വാളിഫയിങ് സർവീസിൽ നമുക്ക് മറ്റെന്തെങ്കിലും ക്വാളിഫയിങ് സർവീസ് ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണോ ഓഫീസിലാണോ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ ഓപ്ഷൻ ആണ്. ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ ഓപ്ഷനിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. റെഫറൻസ് നമ്പർ ഉണ്ടാവും, നേച്ചർ ഓഫ് ചാർജ് ഉണ്ടാവും, എൻക്വയറി ഓഫീസർ, ഫയൽ നമ്പർ. ദെൻ ഇവിടെ ഈ പെനാൽറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. നമ്മൾ സസ്പെൻഷൻ ആണെങ്കിൽ ഇവിടെ സസ്പെൻഷൻ കൊടുക്കുക. അവിടെ ഒരു വിത്ത് എഫക്റ്റീവ് ഡേറ്റ് ഉണ്ട്. എന്ന് മുതലാണോ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഡേറ്റ്, അതാണ് ഇവിടെ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അതിനൊരു കറസ്പോണ്ടിങ് ഓർഡർ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പൊ സസ്പെൻഷൻ കിട്ടുന്ന എംപ്ലോയിക്ക് നമുക്ക് ഇതുവരെയുള്ള ഡേറ്റ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി സസ്പെൻഷൻ റെഗുലറൈസ് ചെയ്തു, അദ്ദേഹം തിരിച്ച് സർവീസിൽ വരുമ്പോൾ ആണ് നമ്മൾ നെക്സ്റ്റ് എൻട്രി പെനാൽറ്റി റിവോക്ഡ് വിത്ത് എഫക്റ്റീവ് ഫ്രം ഡേറ്റ് കൊടുക്കാനുള്ളത്. എന്നാണോ സസ്പെൻഷൻ കഴിയുന്നത് ആ ഡേറ്റിനെയാണ് നമ്മൾ റിവോക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതനുസരിച്ച് ഡേറ്റ അപ്ഡേറ്റ് അദ്ദേഹത്തെ റെഗുലേഷൻ മാത്രമേ ഒരാളിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ ഡീറ്റെയിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ സർവീസ് ബുക്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാമാണ് സർവീസ് ഹിസ്റ്ററിയിൽ വരുന്നത്. അപ്പോൾ ഈ ഭാവിയിൽ നമുക്ക് ഈ സർവീസ് ബുക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം മസ്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത് തന്നെ പോവുക. ഈ ഡിസിപ്ലിനറി ആക്ഷൻ കഴിഞ്ഞു. തൊട്ടടുത്തുള്ളത് ലീവ് അവെയിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവെയിൽ ചെയ്യുന്ന ലീവുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഫീൽഡാണ് ലീവ് അവെയിൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ 1/4/25 വെച്ചിട്ട് നമ്മൾ സപ്പോസ് 1/3/25 വെച്ചിട്ട് നമ്മൾ ഒരു ലീവ് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലീവ് ബാലൻസും HPL ബാലൻസും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മാസം 25-ാം തീയതി വെച്ചിട്ട് 5 ഏൺ ലീവ് എടുക്കുവാണെങ്കിൽ അവിടെ ലീവ് അവെയിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മൾ ലീവ് കൊടുത്തതെന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ സാലറിയിൽ അത് പ്രോസസ് ചെയ്ത് എടുക്കുന്നതാണ്. ഇനി അടുത്ത ഡെപ്യൂട്ടേഷൻ. ജി സ്പാർക്ക് ഡെപ്യൂട്ടേഷൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ പ്രസന്റ് സാലറി എന്ന് പറയുന്നത്. ഈ പ്രസന്റ് സാലറിയിലാണ്, ഈ പ്രസന്റ് സാലറിയിൽ നമ്മൾ എന്ത് അപ്ഡേറ്റ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാലറി ബിൽ പ്രോസസ് ആയി വരുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക്കും ഡിഡക്ഷൻസും ആയിരിക്കും നമ്മുടെ ബില്ലിൽ വരുന്നത്. അപ്പോൾ പ്രസന്റ് സാലറി ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബേസിക് എത്രയാണെന്നും DA എത്രയാണെന്നും നമ്മുടെ DAയും HRAയും ഓട്ടോ കാൽക്കുലേറ്റഡ് ആണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട സ്പാർക്കിൽ നിന്ന് നേരിട്ട് അതിന്റെ ഓർഡർ പ്രകാരം നമ്മൾ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു എംപ്ലോയിയുടെ ഡിഡക്ഷൻസും അദ്ദേഹത്തിനുള്ള അലവൻസുകളുമാണ് അതിനകത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം ഡിഡക്ഷൻസും അലവൻസും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ സാലറി ബില്ലിനകത്ത് അതനുസരിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും അപ്ലോഡ് ചെയ്ത് വരുന്നത്. നോക്കൂ, ഇത് എംപ്ലോയിയുടെ ബേസിക് പേ. ഇത് അദ്ദേഹം എന്ന് മുതലാണ് ഈ ലാസ്റ്റ് ബേസിക് പേ അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയതാണ് ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് അദ്ദേഹത്തിന് അടുത്ത ഇൻക്രിമെന്റ് ഡേറ്റ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സാലറി ടു ബാങ്ക് ത്രൂ ആണ് സാലറി എങ്കിൽ S കൊടുക്കുക. ബാങ്കിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിഡക്ഷൻസ്, മന്ത്ലി ഡിഡക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഈ ഡിഡക്ഷൻസ് കൊടുത്ത് കൺഫേം ചെയ്യുക. ഈ ഒരു പ്രസന്റ് സാലറി ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാലറി പ്രോസസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്ത് ഡേറ്റയാണോ കൊടുത്തിരിക്കുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് സാലറി പ്രോസസ് ചെയ്ത് അതിന്റെ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ടുള്ള നെറ്റ് പേ ആയിരിക്കും
വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഈ ബേസിക് പേ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് കൃത്യമായിരിക്കണം. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കൃത്യമായി അത് വെരിഫൈ ചെയ്യുകയും ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഡിഡക്ഷൻസും കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണ്. നമ്മളിവിടെ ഒരു ടു ഡേറ്റ്, അതായത് ഒരു ഡിഡക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ ഫ്രം ഡേറ്റും ടു ഡേറ്റും ഉണ്ട്. ഈ ഫ്രം ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ ആ അക്കൗണ്ടിൽ, അതായത് ഇപ്പൊ SLAക്ക് ജോയിൻ ചെയ്തത് എന്നാണോ ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നിശ്ചിത പീരീഡിനുള്ളിൽ ക്ലോസ് ആവുന്നതാണ് ടു ഡേറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ ടു ഡേറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡിഡക്ഷൻ അവരുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രസന്റ് സാലറി എന്ന് പറയുന്ന ഫീൽഡ്. ഇതാണ് നമുക്ക് വേണ്ട മേജർ ആയിട്ടുള്ള ഫീൽഡും. ഇവിടെയാണ് നമ്മൾ സാലറി പ്രോസസ്സിങ്ങിന് വേണ്ട ഡേറ്റാസ് എല്ലാം എടുക്കുന്നത് ഈ പ്രസന്റ് സാലറിയിൽ നിന്നുമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചാറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാറ്റിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ തന്നേക്കാം. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം മാഡം. കേൾക്കാം. ഇനി നെക്സ്റ്റ് ഈ പ്രസന്റ് സാലറി വരെയാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഇതേ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, റെഗുലറൈസേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, നോമിനീസ് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ കൃത്യമായി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഫീൽഡാണ് ലീവ് സറണ്ടർ. ഈ ലീവ് സറണ്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ അവെയിൽ ചെയ്ത ലീവ് സറണ്ടേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ ചെയ്ത ലീവ് സറണ്ടേഴ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ള ലീവ് അക്കൗണ്ട് ആണ് നമ്മൾ GSparkലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് എത്ര ബാലൻസ് ഉണ്ടോ ആ ലീവ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തിന് ലീവ് സറണ്ടർ പ്രോസസ് ചെയ്യുന്നതും ഈ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻസും വരുന്നത്. ദെൻ ബെനിഫിറ്റ് ഡീറ്റെയിൽസ്, ലോൺസ്, ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മൾ കൃത്യമായി കൊടുത്ത് എംപ്ലോയർ റെക്കോർഡ് ലോക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും റെക്കോർഡുകൾ നിങ്ങൾ കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുകയും സർവീസ് ബുക്കിൽ എന്തൊക്കെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്യുകയും വേണം. സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഫീൽഡ് വളരെ കൃത്യമായി കൊടുക്കണം. 1 by 1 ആയിട്ടാണ് എൻട്രി കൊടുക്കുന്നത്. അതായത് ഒരു ചേഞ്ചസ് നമ്മുടെ ബേസിക്കിനോ ഓഫീസ് ചേഞ്ചോ, അതായത് സർവീസ് ഹിസ്റ്ററിയിൽ മാറ്റം വരുന്നത് ഒരു എംപ്ലോയിക്ക് ബേസിക് പേ ചേഞ്ച് വരുമ്പോൾ, ഓഫീസ് ചേഞ്ച് വരുമ്പോൾ, ഡെസിഗ്നേഷൻ ചേഞ്ച് വരുമ്പോൾ, ഈ 3 ചേഞ്ചസ് വരുമ്പോൾ ആണ് സർവീസ് ഹിസ്റ്ററിയിൽ പുതിയ എൻട്രീസ് ആഡ് ആയി വരുന്നത്. അത് നമ്മുടെ സർവീസ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതർ ക്വാളിഫയിങ് സർവീസ് ഉള്ളവരെ സർവീസ് എന്ന് പറയുന്ന ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് എന്നാണോ വന്നത് അന്നത്തെ ഡേറ്റ് മുതലാണ് നമ്മളിവിടെ പഞ്ചായത്തിൽ വന്ന ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ജോയിനിങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനു മുന്നേ എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്വാളിഫയിങ് സർവീസിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ഫീൽഡുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്രയും ഫീൽഡുകളെല്ലാം കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വൺസ് നമ്മൾ ഡേറ്റ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ DDOയുടെ അപ്രൂവൽ ഇല്ലാതെ ഈ ഒരു റെക്കോർഡ്സ് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾക്ക് അറിയാവുന്ന ഫീൽഡ് തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പാർക്കിൽ എങ്ങനെ ഈ റെക്കോർഡ്സുകൾ എൻട്രി ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രസന്റ് സാലറി ഓപ്ഷനാണ്. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ വന്നത്. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽ ഓപ്ഷനിലാണ് എംപ്ലോയീസിന്റെ എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ കാണുന്നത്. ഇത് നോക്കൂ, സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ കാണുമ്പോൾ ആദ്യം കാണുന്ന ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ലോഗിൻ ഉള്ള ആളിന്റെ പെൻ നമ്പർ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അത് നെക്സ്റ്റ് എംപ്ലോയി കൊടുത്ത് അടുത്ത പെൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളിന്റെ റെക്കോർഡ് വെരിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. നമുക്ക് തിരികെ പോകണമെങ്കിൽ ഈ മെയിൻ മെനു എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഇതിനകത്ത് തിരികെ, അതായത് ഈ ഇതിൽ നിന്ന് നമ്മൾ തിരികെ പോകുന്നത്.
ഇനി അടുത്തത് നോക്കൂ സർ, ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എംപ്ലോയിയുടെ റെക്കോർഡ് ഡേറ്റ ഷീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എംപ്ലോയി റെക്കോർഡ്സ് വൺസ് കൊടുത്തു കഴിഞ്ഞു, കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് നടത്തണമെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ പേര് കൊടുത്തപ്പോൾ നമുക്കൊരു ചെറിയ കറക്ഷൻ വന്നു പോയിട്ടുണ്ട്, പേര് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ സർവീസ് മാറ്റേഴ്സിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സൂപ്പറാനുവേഷൻ, കാറ്റഗറി ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കാം. അതിനുശേഷം അപ്രൂവ് റിക്വസ്റ്റ്, DDO അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നെയിമിലോ ഇതിലോ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റൂ. ഇപ്പൊ നോക്കൂ, നെയിം കറക്ഷനകത്ത് നമ്മൾ ആദ്യം സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഒരാളിന്റെ പേരിൽ ഒരു കറക്ഷൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ കറക്ഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ DDO കൊടുക്കണം. ഈ എംപ്ലോയിക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് DDO ഒരു കൊടുക്കുവാണ്. കുമാർ ഇതിനകത്ത് കറക്ഷൻ വേണം. ഈ കറക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഇനി അതിനകത്ത് കറക്ഷൻ വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് അതിന് കറക്ഷൻസ് എന്താണ് വരേണ്ടതെന്ന് നോക്കേണ്ടത്. ഇപ്പൊ അരുൺ സ്പേസ് കുമാർ എന്ന് നമ്മൾ കൊടുക്കുവാണ്. ഇത് കൊടുത്തിട്ട് റീസൺ ഫോർ ചേഞ്ച് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് മാത്രമല്ല, ഈ അരുൺ സ്പേസ് കുമാർ എ എന്നുള്ള ഈ ഇമ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടെ അപ്ലോഡ് ചെയ്ത് ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോഡ് ഡോക്യുമെന്റ് ചെയ്തതിനു ശേഷമേ ഈ ഇവിടെ അതായത് മൂന്നാമത്തെ ഓപ്ഷൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സൂപ്പറാനുവേഷൻ, സർവീസ് കാറ്റഗറി ചേഞ്ച്, ഇത്രയും DDOയുടെ അപ്രൂവലിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് DDO ഒഴികെയുള്ള എംപ്ലോയീസിന് മാത്രമേ ഈ നെയിം കറക്ഷനും സൂപ്പറാനുവേഷൻ കറക്ഷനും സർവീസ് കാറ്റഗറി ചേഞ്ചും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. DDOയുടെ കറക്ഷൻസ് ചെയ്യുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നോക്കിയതിന് ശേഷം അവരുടെ ഡയറക്ടറേറ്റ് വഴി ടേക്കപ്പ് ചെയ്ത് ഫയൽ സ്പാർക്കിലോട്ട് തരുമ്പോൾ മാത്രമാണ് ഈ ഡേറ്റ കറക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ സബോർഡിനേറ്റ്സിന്റെ മാത്രമേ DDOയ്ക്ക് അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. DDOയുടെ ഡേറ്റ കറക്ഷൻസ് ഉണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഡയറക്ടറേറ്റ് വഴി സ്പാർക്കിലോട്ട് തരുവാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഹയർ അതോറിറ്റിയായിട്ട് നോക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ മാക്സിമം എംപ്ലോയി റെക്കോർഡ് ചെയ്യുമ്പോൾ ഡേറ്റ കറക്ഷൻസ് വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് മാറ്റേഴ്സിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കറക്ഷൻ നടത്താവുന്നതാണ്. ഇനി നമുക്ക് ഈ സർവീസ് മാറ്റേഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഇൻക്രിമെന്റ് സാങ്ഷൻ ആണ്. ഇൻക്രിമെന്റ് സാങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കണ്ടായിരുന്നു, ഒരു പ്രസന്റ് സാലറി കണ്ടായിരുന്നു. ആ പ്രസന്റ് സാലറിയിലെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു എംപ്ലോയിയുടെ പ്രസന്റ് ബേസിക്കലി ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡേറ്റ അനുസരിച്ച് 1/7/2025 അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2025 ആണ്. അപ്പൊ എംപ്ലോയി എലിജിബിൾ ആവുന്ന എന്നാണ് 1/7/25 മാത്രമേ എംപ്ലോയിക്ക് നമുക്ക് ഇൻക്രിമെന്റ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ എംപ്ലോയിയുടെ ഇൻക്രിമെന്റ് തെറ്റായിട്ടാണ് കാണുന്നത്, നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് 1/3/25 കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എംപ്ലോയിക്ക് നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് 1/3/25 ആക്കിയതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രിമെന്റ് സാങ്ഷനിൽ പോണം. അടുത്ത ഈ സർവീസ് മാറ്റേഴ്സിലാണ് ഇൻക്രിമെന്റ് സാങ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനകത്ത് പ്രോസസ് ഇൻക്രിമെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് സാങ്ഷൻ എടുക്കുക. അതിനകത്ത് പ്രോസസ് ഇൻക്രിമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. സർവീസ് മാറ്റേഴ്സിൽ പ്രോസസ് ഇൻക്രിമെന്റ് കൊടുക്കുക. ഇതിനകത്ത് ഓഫീസിന്റെ പേര് സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുക. എംപ്ലോയിയുടെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിയുടെ പെൻ നമ്പറും ഡീറ്റെയിൽസും അവിടെ ഇതിനകത്ത് നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് 1/3/25 എംപ്ലോയീസിന്റെ ഡേറ്റാസ് എല്ലാം അവിടെ വരും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രിമെന്റ് പ്രൊസീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻക്രിമെന്റ്
2025 എംപ്ലോയിയുടെ 1/3/25 എംപ്ലോയിക്ക് ഒരു ഇൻക്രിമെന്റ് കൊടുക്കുവാണെങ്കിൽ ഈ നമ്മൾ 1/3/25 അതിനുശേഷം നമുക്ക് ഇൻക്രിമെന്റ് ഉള്ളവരുടെ പേരുകളെല്ലാം ഇവിടെ കാണിക്കും. അതായത് ഇതുവരെ നമ്മൾ ഇൻക്രിമെന്റ് പെൻഡിങ് കിടക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കാണിക്കും. 1/3/25 എംപ്ലോയിക്കാണ് നമുക്ക് ഇൻക്രിമെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ എംപ്ലോയി ടിക്ക് ചെയ്യുക. ആരാണ് അപ്രൂവിങ് അദ്ദേഹത്തിന്റെ പേര് അവിടെ ചെയ്യുക, പുട്ട് ഫോർ അപ്രൂവ്ഡ്. ഇദ്ദേഹം ഇത് അപ്രൂവ് ചെയ്യും. എംപ്ലോയിയുടെ നിലവിലെ ബേസിക് 50 ആഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് പേ പ്രസന്റ് സാലറിയിൽ ആഡായി വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് നമ്മൾ ഇൻക്രിമെന്റ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സർവീസ് മാറ്റേഴ്സിൽ ഇൻക്രിമെന്റ് സാങ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യാനുള്ളത്. സർവീസ് മാറ്റേഴ്സിൽ ഇൻക്രിമെന്റ് സാങ്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രോസസ് ഇൻക്രിമെന്റും ദെൻ അപ്രൂവ് ഇൻക്രിമെന്റ്. പ്രോസസ് ചെയ്ത ഇൻക്രിമെന്റ് ആരാണോ അപ്രൂവിങ് അതോറിറ്റി അദ്ദേഹം അപ്രൂവ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പ്രസന്റ് സാലറിയിൽ അതിനുള്ള മാറ്റം വരും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പഴയ ഡീറ്റെയിൽസ് ഇൻക്രിമെന്റ് അപ്രൂവ് ആവുമ്പോൾ പഴയ ഡീറ്റെയിൽസ് സർവീസ് ഹിസ്റ്ററിയിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇൻ കേസ് ആ ഇൻക്രിമെന്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മുടെ ഇൻക്രിമെന്റ് ഡീറ്റെയിൽസ് അനുസരിച്ച്, അതായത് നമ്മുടെ പുതിയ ബേസിക് അനുസരിച്ച് സാലറിയോ അരിയറോ മാറിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്രിമെന്റ് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വൺസ് ഇൻക്രിമെന്റ് കൊടുത്തു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അതിനെ ബേസ് ചെയ്ത് സാലറിയോ അരിയേഴ്സോ പ്രോസസ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാൻസൽ ഇൻക്രിമെന്റിലൂടെ ആ കൊടുത്ത ഇൻക്രിമെന്റിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത് സിമ്പിൾ ഓപ്ഷൻ ആണ്. ഇൻക്രിമെന്റ് സാങ്ഷനിൽ പ്രോസസ് ഇൻക്രിമെന്റ്, DDO അത് അപ്രൂവ് ചെയ്യുന്നത്, അപ്രൂവ് ഇൻക്രിമെന്റ്. ഇൻ കേസ് എനി മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ഇൻക്രിമെന്റ് സാങ്ഷൻ. ഇതാണ് നമുക്ക് ചെയ്യുന്ന ഇൻക്രിമെന്റ് സാങ്ഷനിൽ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പം നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റിനെ ബേസ് ചെയ്താണ് എംപ്ലോയിയുടെ പേര് അവിടെ വരുന്നത്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക പ്രസന്റ് സാലറിയിൽ എംപ്ലോയിയുടെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽ എടുക്കുമ്പോൾ എംപ്ലോയിയുടെ എല്ലാ റെക്കോർഡ്സും കാണാം. അതിനകത്ത് നമ്മൾ പ്രസന്റ് സാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇൻക്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്രിമെന്റ് സാങ്ഷനിൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ആ ഇൻക്രിമെന്റ് സാങ്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഓഫീസുകളിലും വേണ്ട സർവീസ് സംബന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവര് ചോദിക്കുന്നത് പറയുന്നത് സെക്രട്ടറി എന്ന് പറയുന്നത് DDO ആണല്ലോ. അപ്പൊ സെക്രട്ടറിയുടെ ഇൻക്രിമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സർ, ഡയറക്ടറേറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻക്രിമെന്റിന്റെ അപ്രൂവൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ലോഗിൻ വഴി തന്നെ അത് അപ്രൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ്. അതായത് ഇൻക്രിമെന്റ് സാങ്ഷൻ ഹയർ അതോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അത് തന്നെ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്രൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ സർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻക്രിമെന്റ് സാങ്ഷൻ എന്ന്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇൻക്രിമെന്റ് സാങ്ഷനിൽ നോക്കാനുള്ളത് നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു എംപ്ലോയീസ് പഞ്ചായത്തിലെ പല എംപ്ലോയീസും പല ഓഫീസുകളിലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത്. അവരെ ഇപ്പോൾ കറന്റ്ലി ഉള്ള ഓഫീസിലോട്ട് നമ്മൾ റിലീവ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംപ്ലോയി നമ്മുടെ ഓഫീസിലാണെന്ന് മനസ്സിലായതിനു ശേഷം ട്രാൻസ്ഫറിൽ ജനറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ട്രാൻസ്ഫറിലെ ഫസ്റ്റ് ഓപ്ഷൻ ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ. ട്രാൻസ്ഫർ ഓർഡർ നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടും. ആ ഒരു ഓർഡറിന്റെ കോപ്പിയാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. അതായത് ആദ്യം ചെയ്യാനുള്ളത് ആ ട്രാൻസ്ഫർ ഓർഡർ ഡേറ്റ് നമ്പർ കൊടുക്കുക, ഓർഡർ ഡേറ്റ് കൊടുക്കുക, ഓഫീസ് ഫ്രം ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ പ്രസന്റ്ലി ഉള്ള ഓഫീസ് തന്നെ ആയിരിക്കും ഫ്രം ഓഫീസ് വരിക. ഏത് തസ്തികയിലുള്ള എംപ്ലോയി ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക, ആളിന്റെ GPN സെലക്ട് ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നോർമൽ ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പൊ ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക.
ഇനി ഏത് ഓഫീസിലാണോ പോകുന്നത് ആ ടു ഓഫീസ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് റിമാർക്സിൽ ട്രാൻസ്ഫർ കൊടുത്ത് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഓർഡർ റീഡ് വിത്തും ഓർഡർ കൺവിൻസ്ഡ് വിത്തും എന്ന് പറയുന്ന ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ആരെയാണോ ഓർഡർ റിവ്യൂ ചെയ്യേണ്ട ആൾ ആരാണോ അദ്ദേഹത്തിന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഓഫീസ് അറ്റൻഡിനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ പെൻ നമ്പർ സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ 2 തരം ട്രാൻസ്ഫർ ഉണ്ട്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള എംപ്ലോയീസിന് പഞ്ചായത്തിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫർ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇനി ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ നിന്നും വേറെ ഇതര ഡിപ്പാർട്ട്മെന്റിലോട്ട്, അതായത് G-Spark ഉള്ള ഇതര ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് G-Spark ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ ഓഫീസുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിലോട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫ് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ എംപ്ലോയിയെ ട്രാൻസ്ഫർ ചെയ്ത് വിടാനായിട്ട് പറ്റും. ഇപ്പം നോർമലി പഞ്ചായത്തുള്ളൊരു എംപ്ലോയി പഞ്ചായത്തിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുകയും ഏത് കറസ്പോണ്ടിങ് ഓഫീസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡെസിഗ്നേഷനും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ എംപ്ലോയിനെ റിലീവ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇൻസേർട്ട് ചെയ്യുന്നു. അടുത്ത ഈ ഓർഡർ ആരാണോ വായിക്കേണ്ടത്, ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഇത് കൊടുത്ത് കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ. സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫറിൽ ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ എംപ്ലോയിയെ നമുക്ക് റിലീവ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ട്രാൻസ്ഫറിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ റിലീവ് ഓൺ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ റിലീവ് ഓൺ ട്രാൻസ്ഫർ. റിലീവ് ഓൺ ട്രാൻസ്ഫർ. റിലീവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫീൽഡ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ റിലീവിങ് ഡേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എംപ്ലോയി കഴിഞ്ഞ മന്ത് എൻഡിലാണ് പോകുന്നത്, അതായത് ഇപ്പോൾ ഒരു പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ഫർ വന്നിരിക്കുന്നതെങ്കിൽ പകുതിക്ക് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. ഇപ്പം AN ആണ് പോകുന്നത്. റിലീവിങ് ഓർഡർ നമ്പർ എത്രയാണോ ആ ഓർഡർ ഡീറ്റെയിൽസ് കൊടുക്കുക. ജോയിനിങ് ടൈം എടുത്തിട്ടില്ല എങ്കിൽ 0 കൊടുക്കുക. ജോയിനിങ് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കാണിക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് നോക്കണം. വെദർ പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ്, അതായത് 15 ദിവസത്തെ സാലറി ഇവിടെ നിന്ന് പ്രോസസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, S എന്ന് മാർക്ക് ചെയ്യുക. പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ് S എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ഓഫീസിൽ 15 ദിവസത്തെ സാലറി നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ട്രാൻസ്ഫറിൽ, ജനറേറ്റ് ട്രാൻസ്ഫർ ഓർഡർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലീവ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ എംപ്ലോയി ഡേറ്റ റിലീവ് ആവും. ഡേറ്റ സക്സസ്ഫുള്ളി എന്ന് പറയുന്ന മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എംപ്ലോയി എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ആയി. അതായത് എംപ്ലോയി ഇപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. ഈ ഒരു അവസ്ഥ, അതായത് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുമില്ല, പഴയ ഓഫീസിൽ നിന്ന് റിലീവ് ആയിട്ടുമുള്ള അവസ്ഥയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയിയെ നമ്മൾ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി എന്ത് ചെയ്യും, ട്രാൻസിറ്റ് ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ പ്രൊസീജിയർ ആണ് സർവീസ് മാറ്റേഴ്സിൽ. ട്രാൻസ്ഫറിലും ട്രാൻസ്ഫർ, ജനറേറ്റ് ട്രാൻസ്ഫർ, ദെൻ റിലീവ് ഓൺ ട്രാൻസ്ഫർ. ഇൻ കേസ് നമ്മൾ റിലീവ് ചെയ്തപ്പോൾ ഓഫീസ് നെയിമിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കറക്ഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ എംപ്ലോയി അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എഡിറ്റ് റിലീവിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. എഡിറ്റ്, അതായത് അവരുടെ ഓഫീസ് നെയിമിൽ മാറ്റം ഉണ്ടെങ്കിലോ അവരുടെ ആ ഡേറ്റിന് പോയ ഡേറ്റിന് മാറ്റം ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിയുടെ റെക്കോർഡിൽ നമുക്കത് കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓഫീസിൽ മിസ്റ്റേക്ക് ആയി പോയി, അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് കൊടുത്തു, അല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയി, അതും കറക്ഷൻ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സാധിക്കും. അപ്പൊ ഈ സർവീസ് മാറ്റേഴ്സിൽ തന്നെ ട്രാൻസ്ഫറിൽ റിലീവ് ഓൺ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ്, അതായത് എംപ്ലോയി അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, എംപ്ലോയിയെ നമുക്ക് തിരികെ എടുക്കണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫറിൽ റിലീവ് എഡിറ്റിനകത്ത് ഇതിനെന്താണ് റിവോക്ക്
റിലീവിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ എംപ്ലോയി പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യാത്ത അവസ്ഥയിലായിരിക്കണം നമുക്ക് ഈ 2 പ്രൊസീജിയറും ചെയ്യാൻ കഴിയുക. എഡിറ്റ് റിലീവിങ്ങും റിവേർട്ട് റിലീവിങ്ങും ചെയ്യണമെങ്കിൽ എംപ്ലോയി ട്രാൻസിറ്റ് പൊസിഷനിലായിരിക്കണം. അതായത് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ 2 ഓപ്ഷൻസും യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻ, റിലീവ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻ. ട്രാൻസ്ഫറിൽ ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്യുന്നു, റിലീവ് ഓൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എംപ്ലോയിയെ റിലീവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഒരു എംപ്ലോയി നമ്മുടെ ഓഫീസിൽ പുതുതായിട്ട് വന്നു, അവരെ നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ട്രാൻസ്ഫറിൽ തന്നെ ജോയിൻ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫറിൽ തന്നെ ജോയിൻ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ പുതിയതായിട്ട് വരുന്ന എംപ്ലോയി കാണും. ഇത് നമ്മൾ കൺഫേം ചെയ്യുമ്പോൾ ഈ എംപ്ലോയി നമ്മുടെ ഓഫീസിന്റെ പാർട്ടായി ഈ ട്രാൻസ്ഫർ സിമ്പിൾ പ്രൊസീജിയറേ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് വേണമെന്ന് പറയുന്ന ജനറേറ്റ് ട്രാൻസ്ഫർ, ദെൻ റിലീവ് ഓൺ ട്രാൻസ്ഫർ. ഈ 2 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നിന്ന് റിലീവ് ആവും. റിലീവ് ചെയ്ത് നമ്മൾ പാർട്ട് സാലറി എസ് മാർക്ക് ചെയ്ത് എംപ്ലോയിയെ റിലീവ് ചെയ്താലും നമുക്ക് അവരുടെ പാർട്ട് സാലറി എപ്പോൾ വേണോ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോസസ് ചെയ്ത് എടുക്കാവുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയിയെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റിലീവ് ചെയ്യുമ്പോൾ പാർട്ട് സാലറി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് അവസ്ഥയിൽ വേണമെങ്കിൽ, അതായത് എത്ര മാസം കഴിഞ്ഞ് വേണമെങ്കിലും ആ പാർട്ട് സാലറി നമുക്ക് ഇവിടെ നിന്ന് പ്രോസസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ ചെയ്യുന്ന ടൈമിൽ വെദർ പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ് യെസ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് പറയാം സാർ? എന്തോ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിറ്റ് പീരീഡ് സാലറി ബില്ലിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഹലോ സാർ, ഹലോ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം മാഡം. ഇവര് ചോദിക്കുന്ന ഒരു റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പറഞ്ഞു. അവര് ചോദിച്ചൊരു കാര്യം, ഇപ്പൊ നമ്മള് G-Spark ഉള്ള ഒരു ഓഫീസിലേക്ക്, അതായത് ഒരു പഞ്ചായത്തിലേക്ക് തന്നെയാണെങ്കിൽ ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്തു. G-Spark ഉള്ള മറ്റു ഓഫീസ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് G-Spark എന്നുള്ള മറ്റൊരു ഓഫീസാണ് അല്ലേ? അതെ അതെ, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ. അതിന് നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് അതാണ് എടുക്കുക. പക്ഷെ അതേസമയം G-Spark ഇല്ലാത്ത ഒരു ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ എങ്കിലോ? G-Spark ഇല്ലാത്ത ഓഫീസ് എന്ന് പറയുമ്പോ സാർ ഒരു ഓഫീസിന്റെ പേര് പറയാവോ? സ്പാർക്കിലോട്ടാണെങ്കിലോ? ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്. സാർ നിലവില് നമുക്ക് അതിന് ബ്ലോക്കിലോട്ട് പോകുന്നവർക്ക് നമ്മൾ സ്പാർക്ക് ID യൂസ് ചെയ്യാം. അതായത് സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ബില്ല് എടുക്കുന്നത്. പെൻ നമ്പർ ജനറേറ്റ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുകളിൽ ബില്ല് എടുക്കുന്നത്. അല്ല, അവരെ G-Sparkൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ബ്ലോക്കിലോട്ട് പോകുന്നവരെയോ സാറേ? അതെ അതെ. നമ്മൾ സാധാരണ റെസിഗ്നേഷൻ മാർക്ക് ചെയ്തിടാം. പിന്നെ അവര് തിരികെ വരുന്നുണ്ടോ? അവര് ചിലപ്പം തിരികെ പഞ്ചായത്തിൽ വരാം. ഡെപ്യൂട്ടേഷൻ ആണോ സാർ അവര്? അല്ല മാഡം, ഇന്റഗ്രേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ അവര് പോയിട്ട് പിന്നെ പോയിട്ട് അടുത്ത ട്രാൻസ്ഫർ ഓർഡറിൽ അവര് തിരിച്ച് ഒരു പഞ്ചായത്തിലേക്ക് വരാം, G-Sparkലേക്ക് വരാം. നമ്മളിപ്പോ നിലവില് അതിനെ ഒന്നും നമ്മൾ ഓപ്ഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ അത് നോക്കിയതിന് ശേഷം സാറിനെ അറിയിക്കാം എങ്ങനെയാണ് അവരുടെ ട്രാൻസ്ഫർ വരിക എന്ന്. കാരണം അവര് തിരികെ നമുക്ക് വേണം, ഇവര് തിരികെ ഇങ്ങോട്ട് വരാവുന്നതാണല്ലോ. ഈ ജീപ്പൻ തന്നെ ഇനി യൂസ് ചെയ്യുകയും വേണം അല്ലേ? അതെ 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 അതെ. നിലവിൽ നമുക്ക് അവരെ ഒന്നുകിൽ ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്ത് ഡെപ്യൂട്ടേഷൻ ടു അതർ ഓർഗനൈസേഷൻ കൊടുത്തിടാം അവരെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് തന്നെ ഈ ട്രാൻസ്ഫറിൽ തന്നെ സർവീസ് മാറ്റേഴ്സിൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡെപ്യൂട്ടേഷനിൽ റിലീവ് ഓൺ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി ഡെപ്യൂട്ടേഷൻ ടു അതർ ഓർഗനൈസേഷൻ മാർക്ക് ചെയ്തിടാം. തിരികെ വരുമ്പോൾ നമുക്ക് അവരെ റിവേർട്ട് ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ തിരികെ വരുന്ന ഈ പഞ്ചായത്തിലേക്ക് ആയിരിക്കില്ല, ഇവിടെ ആയിരിക്കില്ല, വേറൊരു പഞ്ചായത്തിലോട്ട് വരൂ അല്ലേ സർ? അതെ അതെ. അങ്ങനെ അതിനൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം സാർ. അത് ഓക്കെ ഓക്കെ. ഇപ്പൊ അതിനകത്ത് നിലവില് ഇവിടെ നിന്ന് നിലവിൽ നമുക്ക് ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. തിരികെ വരുന്നതിനുള്ള ഓപ്ഷൻ നമുക്ക് ചോദിച്ചിട്ട് പറയാം സാർ അതിനുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് വേണ്ടി വരും. കാരണം ഇപ്പം ഒരു എംപ്ലോയി എന്ന് പറയുന്ന എംപ്ലോയി ചിലപ്പം JD ഓഫീസിലേക്ക് പോകുന്നു, ജോയിന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ സ്പാർക്കാണ് ഉള്ളത്. നമ്മൾ ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്തു. അദ്ദേഹം പിന്നെ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലായിരിക്കാം. സെയിം പഞ്ചായത്തിലാണല്ലോ.
സെയിം പഞ്ചായത്തിലാണെങ്കിൽ തിരിച്ച് അതന്നെ സാർ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്തിടുകയും റിട്ടേൺ ഫ്രം ഡെപ്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹം ഏത് ഓഫീസിലാണോ ഉള്ളത് ആ ഓഫീസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഓഫീസിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതായത് റിട്ടേൺ ഫ്രം ഡെപ്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ ആ. ഏത് ഓഫീസിലോട്ടാണോ അദ്ദേഹം റിട്ടേൺ പോകുന്നത് ആ ഓഫീസ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അവിടോട്ട് പോകാനുള്ള ഓപ്ഷൻ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇവർക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് ഞാൻ ചോദിച്ചതിന് ശേഷം അല്ല നിങ്ങളെ അത് അറിയിക്കാം. പക്ഷേ ആ ലോക്കൽ ബോഡിയിൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരു ലോക്കൽ ബോഡിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്, പഞ്ചായത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ JD ഓഫീസിലേക്ക് മാറി. ഓക്കെ സാർ. മാറിയിട്ട് ഞാൻ സി എന്ന് പറയുന്ന പഞ്ചായത്തിലേക്കാണ് പിന്നെ വരുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ആൾക്ക് റിട്ടേൺ ഫ്രം ഡെപ്യൂട്ടേഷൻ എടുത്തിട്ട് അദ്ദേഹം ഏത് ഓഫീസിലാണോ ഇനി നെക്സ്റ്റ്, അതായത് സി എന്ന് പറയുന്ന ഓഫീസ് നെയിം ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതോ സി എന്ന് പറയുന്ന ഓഫീസർക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? സി ഓഫീസർക്ക് എടുക്കാൻ പറ്റില്ല സാർ. എവിടെ ആ. നിന്നാണോ പോകുന്നത്, അതായത് എ എന്ന് പറയുന്ന ഓഫീസാണ് നമ്മളെ ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ തിരിച്ച് നമ്മൾ വരുമ്പോഴും എ എന്ന് പറയുന്ന ഓഫീസിൽ സി എന്ന് പറയുന്ന ഓഫീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനേ കഴിയുള്ളൂ. അങ്ങനെയാണ് അവിടോട്ട് എംപ്ലോയിയുടെ പെൻ നമ്പർ മാർക്ക് ചെയ്യാം. ഇപ്പൊ നിലവിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. നിലവിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. നിലവിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സ്പാർക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓഫീസിലേക്കാണ് പോയതെങ്കിൽ അവിടെ ഡെപ്യൂട്ടേഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എ എന്ന് പറയുന്ന ഓഫീസ് തന്നെ എടുത്തിട്ട് അയാൾ സി എന്ന് പറയുന്ന ഓഫീസിലേക്കാണ് പോയതെങ്കിൽ എ എന്ന് പറയുന്ന അവിടുന്ന് സി മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് അതാണ് ചെയ്യുന്നത് സാർ. നമുക്ക് മറ്റൊരു ഓപ്ഷൻ നിലവിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് സാറിന്റെ സജഷൻസ് പറഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ഓപ്ഷനിലോട്ട് കൊണ്ടുപോകാം അതിനെ. ഓക്കെ സാർ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയട്ടോ, അത് ഇതിനകത്തുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാനാണോ? അല്ല, നെക്സ്റ്റ് ഇതിലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകുന്നതായിരിക്കുമല്ലോ നല്ലത് മാഡം. അതായിരിക്കും നല്ലത്. ട്രാൻസ്ഫറിനെ കുറിച്ച് കുറച്ച് ഡൗട്ട് ചോദിച്ചോളൂ സാർ. കേൾക്കുന്നില്ല സാർ. മാഡം ഒന്ന് ചാറ്റ് ഒന്ന് നോക്കുമോ മാഡം? ഒരുപാട് വരുന്നുണ്ട് സാറേ. ട്രാൻസിറ്റ് പീരീഡ് സാലറി ബില്ലിൽ വരുന്നില്ല. ഗ്രൂപ്പ് ബട്ട് കാൺ സ്പീക്ക്. ഒരു ജീവനക്കാരൻ നിലവിൽ ഇൻ ട്രാൻസിറ്റ് എന്നാണ്. ജോയിനിങ് ജോയിനിങ് ടൈം 7 ദിവസം കൊടുത്തു. ട്രാൻസിറ്റ് ഒരെണ്ണം ചോദിച്ചിരിക്കുന്നതാണ്. ജോയിനിങ് ടൈം 7 ദിവസമാണ് കൊടുത്തത്. 10 ദിവസം ജോയിനിങ് ടൈം എടുത്തു. അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റും. 7 ദിവസമല്ലേ സാർ മാക്സിമം എടുക്കുക? ജോയിനിങ് ടൈം അതായത് 7 ദിവസമാണ് നമ്മൾ കൊടുത്തത്. നെക്സ്റ്റ് ഡേ അതായത് 7 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ജോയിനിങ് ചെയ്യാനുള്ളത്. അവര് 10 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു മെസ്സേജ് നമുക്ക് പോപ്പപ്പ് ചെയ്യും. ബാക്കി 2 ദിവസം ലീവ് ആണോ എന്ന് പോപ്പപ്പ് ചെയ്യും. അത് ഓക്കെ ബട്ടൺ എംപ്ലോയിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. കുറേ മെസ്സേജ് ഉണ്ട് സാറേ, ഞാൻ വായിച്ചോട്ടെ. റിലീവ് ചെയ്യുമ്പോൾ there are one entry in സർവീസ് ഹിസ്റ്ററി ഓൺ ഓർ ആഫ്റ്റർ ഗിവൺ ഡേറ്റ്. അതായത് നമ്മുടെ സർവീസ് ഹിസ്റ്ററിയുടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രസന്റ് സാലറിയിലെ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റും അതിന് തൊട്ട് മുന്നേ ആയിരിക്കണം നമ്മുടെ സർവീസ് ഹിസ്റ്ററിയിലെ ഡേറ്റും. തൊട്ട് മുന്നത്തെ ഡേറ്റ് ആയിരിക്കണം സർവീസ് ഹിസ്റ്ററി വരേണ്ടത്. അപ്പൊ അങ്ങനെയല്ല എങ്കിൽ ആണ് there are സർവീസ് ഹിസ്റ്ററി മിസ്റ്റേക്ക് എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റിന്റെ തൊട്ട് മുമ്പുള്ള ഡേറ്റ് ആണോ സർവീസ് ഹിസ്റ്ററിയിൽ ഉള്ളതെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അങ്ങനെ സർവീസ് ഹിസ്റ്ററിയിൽ എറർ ഉണ്ടെങ്കിൽ സർവീസ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തതിന് ശേഷം എംപ്ലോയിയെ റിലീവ് ചെയ്യിക്കേണ്ടതാണ്. അത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ഡൗട്ടാണ് സാറേ. ട്രാൻസിറ്റ് പീരീഡ് സാലറി ബില്ലിൽ വരാത്തത് എന്തുകൊണ്ടാണ്, എങ്ങനെ ശരിയാക്കാൻ സാധിക്കും? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ട്രാൻസിറ്റ് പീരീഡ് എന്തായാലും വരുമല്ലോ സാറേ, സാലറി ബില്ല് പ്രോസസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇനി പാർട്ട് സാലറി കൊടുത്തപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് പെന്നുള്ളവർ ഇതുപോലെ JD ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് പെന്നുള്ളവർ ഇതുപോലെ JD ഓഫീസിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വരുന്നില്ല.
ഡിപ്പാർട്ട്മെന്റിൽ പെന്നുള്ള എംപ്ലോയീസ് അവർ LSGD ഡെപ്യൂട്ടേഷൻ ടു LSGD മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ പെൻ നമ്പേഴ്സ് നമുക്ക് പോർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയൂ. പെന്നുള്ള എംപ്ലോയീസിനെ നമുക്ക് നേരിട്ട് G-Sparkലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാനായിട്ടുള്ള പ്രൊവിഷൻ നിലവിലില്ല. ട്രാൻസിറ്റ് പീരീഡ് സാലറി ബിൽ വരാത്തത് എന്തുകൊണ്ടാണ്? അത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാഡം അടുത്തുള്ളൊരു ഇത് വരികയെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊമോഷൻ മാർക്ക് ചെയ്യണല്ലോ. ഇപ്പം ഞാൻ ഒരു പ്രൊമോഷൻ ആയിട്ട് ട്രാൻസ്ഫർ ആയി പോകാലോ. അപ്പൊ അവരുടെ പ്രൊമോഷൻ കൂടെ മാർക്ക് ചെയ്തിട്ടല്ലേ നമ്മള്? സാർ അത് നെക്സ്റ്റ് ഞാൻ പറയുന്നുണ്ട് സാറേ. ഇതിപ്പോ ട്രാൻസ്ഫറിന്റെ കാര്യം മാത്രമേ ഞാൻ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് പ്രൊമോഷനും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പ്രൊമോഷൻ ട്രാൻസ്ഫറും സെയിം ഓഫീസിൽ തന്നെയുള്ള പ്രൊമോഷനും ഞാൻ അടുത്ത് പറയുന്നുണ്ട്. അതുപോലെ മാഡം അത് കഴിഞ്ഞിട്ട് മാഡം വന്നൊരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ DDO എന്ന് പറയുന്ന ആൾക്ക് G-Spark ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്. അവിടുത്തെ ഒരു ക്ലർക്കിന്റെ ലോഗിനിൽ കയറിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് G-Spark ID ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ അപ്രൂവൽ പ്രോസസ് എന്ന് പറയുന്നത് എവിടുന്ന് നടക്കും? ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ മാഡം. അതും കൂടെ അത് പറയാം സാർ. അതായത് ക്ലർക്കിന് മാത്രമേ നമ്മൾ ലോഗിൻ കൊടുത്തിട്ടുള്ളൂ, പെന്ന് ക്രിയേറ്റ് ചെയ്ത് അപ്രൂവൽ ആക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നിലവില് സാർ ഇപ്പോ നമുക്ക് പെൻ ക്രിയേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിലവിൽ പലരും പറയുന്നുണ്ട്, ഇപ്പൊ അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിൽ നമ്മൾ അവർക്ക് തന്നെ DDO പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഈ DDOനെ പെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഗിൻ കൊടുക്കുന്നുണ്ട്. ക്ലറിക്കൽ സ്റ്റാഫ് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനുള്ള ഒരു പ്രിവിലേജ് കൊടുക്കാത്തത്. അപ്പൊ അതൊന്ന് സാർ തന്നെ അതിനൊരു തീരുമാനമാക്കി തന്നു കഴിഞ്ഞാൽ, കാരണം GPEN ഇല്ലാത്ത സെക്രട്ടറിമാർക്ക് ഒന്നുകിൽ മറ്റൊരു GPEN ഉള്ള ഒരു ഓഫീസിൽ, അതായത് സെക്രട്ടറി ലോഗിൻ ഉള്ള ഓഫീസിൽ നിന്ന് പെന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കാരണം ഒരു അപ്രൂവൽ കൊടുക്കുമ്പോൾ ഒരു സെക്രട്ടറിക്ക് ഒരു ക്ലർക്ക് അപ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അത് കൊടുക്കാം സാർ. അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിലിൽ വരുന്നതിന് അസിസ്റ്റന്റ് സെക്രട്ടറി ആണോ ജോയിന്റ് സെക്രട്ടറി ആണെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. DDO താൽക്കാലിക ആക്സസ്, DDO പ്രിവിലേജ് താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാം മാഡം, ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജില്ലകളിൽ നിന്ന് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉള്ളതെന്ന് കളക്ട് ചെയ്തിട്ട് ഒരു ഒറ്റ മെയിലായിട്ട് നമ്മൾ തരുവാണെങ്കിൽ അതായിരിക്കും മാഡത്തിന് സൗകര്യം. അതാണ് നല്ലത് സാർ. അതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം എന്താണെന്നറിയാമോ സാറേ, ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ പെൻ അപ്രൂവൽ ഒരു സീനിയർ ക്ലർക്കിന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു അപ്രൂവൽ കൊടുക്കണമെങ്കിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സീനിയർ മോസ്റ്റ് ആളിനോ നമ്മൾ താൽക്കാലികമായിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്ത് ചെയ്യാനേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് സാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം മാഡം. അടുത്തതിലോട്ട് പോകാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പ്രൊമോഷൻ കിട്ടി ട്രാൻസ്ഫർ ആവുന്നവരുള്ള ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. പ്രൊമോഷൻ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ട്രാൻസ്ഫറിന്റെ ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മാനുവൽ കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ പ്രൊമോഷനിൽ ജനറേറ്റ് പ്രൊമോഷൻ ഓർഡർ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്ത് പോവുകയാണെങ്കിലും അല്ല നമ്മുടെ ഓഫീസിൽ തന്നെ പ്രൊമോഷൻ കിട്ടുവാണെങ്കിലും ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യണം. അതായത് പ്രൊമോഷനിൽ ജനറേറ്റ് പ്രൊമോഷൻ ഓർഡർ ആണ് ഫസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ. ജനറേറ്റ് പ്രൊമോഷൻ ഓർഡർ നേരത്തെ ചെയ്തതുപോലെ ട്രാൻസ്ഫർ ഓർഡർ ജനറേറ്റ് ചെയ്തതുപോലെ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അതായത് എന്ന് പറയുന്ന ഒരാള് G-Sparkൽ നിന്ന് വേറൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി, അവിടുന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി, അങ്ങനെ പല ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ആയി. 4-5 ട്രാൻസ്ഫർ നടന്നു. ഇപ്പോഴും അയാളുടെ G-Spark എന്ന് പറയുന്നത് Aയിൽ കിടക്കുകയാണ്. അപ്പൊ ഇപ്പം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിലീവ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ? മതി സർ. ലാസ്റ്റ് ഓഫീസിലോട്ട് ട്രാൻസ്ഫർ. എന്നിട്ട് അയാളുടെ സർവീസ് ഹിസ്റ്ററി അവിടുന്ന് എടുത്തിട്ട് സർവീസ് ഹിസ്റ്ററി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ? മതി സാർ, മതി. നിലവിൽ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ പറയുന്ന ഡയറക്ഷൻ കൊടുക്കുന്നതും അങ്ങനെയാണ്. എംപ്ലോയി ഒരു ഓഫീസിലാണെങ്കിൽ അദ്ദേഹം പ്രസന്റ്ലി ഇപ്പൊ ഏത് ഓഫീസിലാണ് ഉള്ളത് ആ ഓഫീസിലോട്ട് അദ്ദേഹത്തിന്റെ പെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവീസ് ഹിസ്റ്ററി ബേസ് ചെയ്ത് അവരെ സർവീസ് ഹിസ്റ്ററിയിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ക്ലിയർ മാഡം. ഇനി പ്രൊമോഷനിലേക്ക് പോകാം.
പ്രൊമോഷൻ. ദെൻ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ, അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് പ്രൊമോഷൻ ഓർഡർ. ഇൻ കേസ് എംപ്ലോയി പ്രൊമോഷൻ റിലീവ് ആണെങ്കിലും എംപ്ലോയി ഈ ഓഫീസിൽ തന്നെ പ്രൊമോഷൻ കിട്ടുവാണെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ജനറേറ്റ് പ്രൊമോഷൻ ഓർഡർ. ഈ പ്രൊമോഷൻ ഓർഡർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രൊമോഷൻ ഓർഡർ ചെയ്തതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്, ക്യാൻസൽ പ്രൊമോഷൻ ഓർഡർ. ഇതാണ് ആ പ്രൊമോഷൻ ഓർഡർ ചെയ്യുന്നത്. നേരത്തെ ട്രാൻസ്ഫർ ഓർഡർ ചെയ്തതുപോലെ തന്നെയാണ് പ്രൊമോഷന്റെ ഓർഡർ നമ്മൾ കൊടുക്കുന്നത്. സീരിയൽ നമ്പർ കൊടുത്തു. ആ പ്രൊമോഷൻ ഓർഡറിൽ നമുക്ക് കിട്ടുന്ന ഓർഡറിലെ സീരിയൽ നമ്പറാണ് ഇവിടെ, എംപ്ലോയിയുടെ പേര് എത്രാമത്തെ പേരിലാണോ വരുന്നത് ആ നമ്പറാണ് നമ്മളിവിടെ സീരിയൽ നമ്പറായിട്ട് കൊടുക്കുന്നത്. ഫ്രം ഓഫീസ് ഇപ്പൊ നിലവിലുള്ള ഓഫീസാണ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ഇയാളെ LD ക്ലർക്കായ ഒരാളിനെയാണ് എടുക്കുന്നത്. LD ക്ലർക്കായിട്ടുള്ള ഒരാളിന്റെ ഇത് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓഫീസിൽ നിന്ന് ഇദ്ദേഹം ഇപ്പൊ വേറൊരു പത്തനംതിട്ട ഒരു ഓഫീസിലോട്ടാണ് പോകുന്നത്. പത്തനംതിട്ട ഓഫീസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ന്യൂ ഡെസിഗ്നേഷൻ എന്താണോ, LD ക്ലർക്ക് ആയിരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ സ്കെയിലിനേക്കാൾ എബോ ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്കെയിലോപ്പയുള്ള ഡെസിഗ്നേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണോ എന്നുള്ളത്, അപ്പം ക്ലർക്ക് LD ഹെഡ് ക്ലർക്ക് ആയിട്ട് പോവുകയാണെങ്കിൽ അത് കൊടുക്കുക. ഇദ്ദേഹത്തിന് എഫക്റ്റീവ് ഡേറ്റ് എന്നാണോ, അതായത് ഈ പ്രൊമോഷൻ ഇദ്ദേഹത്തിന് എന്നാണോ ആ പ്രൊമോഷൻ കിട്ടുന്നത് അതാണ് ഇവിടെ എഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് കൊടുക്കാനുള്ളത്. 2025 കൊടുത്ത് റിമാർക്സ് കൊടുക്കുക. പ്രൊമോഷൻ ആണോ ഗ്രേഡ് ആണോ എന്നുള്ള റിമാർക്സ് അപ്ഡേറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അത് ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലോട്ട് പ്രൊമോഷൻ കിട്ടി പോകുന്ന ഒരു എംപ്ലോയിയുടെ ഡേറ്റയാണ് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എംപ്ലോയിയുടെ ഡീറ്റെയിൽസു ഇദ്ദേഹത്തിന്റെ പുതിയ ഡെസിഗ്നേഷൻ, ഇതിനകത്ത് നമ്മൾ ഒന്നേ ചെയ്യുന്നുള്ളൂ, പോകുന്ന ഓഫീസും ആ പുതിയ ഡെസിഗ്നേഷനും സെലക്ട് ചെയ്തു. എന്ന് മുതലാണോ ഈ പ്രൊമോഷൻ കിട്ടുന്ന ആ പ്രൊമോഷന്റെ എഫക്റ്റീവ് ഡേറ്റും കൊടുത്തതിന് ശേഷം ഈ ഓർഡർ ആരാണോ വായിക്കുന്നത് അതെല്ലാം കൊടുത്ത് കൺഫേം ചെയ്ത് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇതിനകത്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓർഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർവീസ് മാറ്റേഴ്സിൽ റിലീവ് ഓൺ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ. റിലീവ് ഓൺ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ. അത് ആദ്യം പ്രൊമോഷൻ ഓർഡർ ജനറേറ്റ് ചെയ്യുക. വോയിസ് കട്ടായതാണോ?